ഗർഭിണിയായി കഴിഞ്ഞിട്ട് ഇത് കഴിച്ചുകൊണ്ട് ഒരു ഉപയോഗമില്ല. ഒരു ഉപയോഗമില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കാര്യമായ ഉപയോഗമൊന്നുമില്ല. എന്താണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലം വരാൻ കാര്യം? 1987 ഓഗസ്റ്റ് 1 എൻ്റെ ഒരു PhD പ്രോജക്റ്റായിട്ട് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഫോളോ അപ്പ് എന്ന് പറയും. ഇപ്പോൾ അതിനെ നിയോനെറ്റൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ്. ഇപ്പോൾ 8 തവണയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിലും 2 തവണ അൾട്രാസൗണ്ട് ചെയ്യണം. ഒന്ന് പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ഭ്രൂണത്തിന് കുഴപ്പമില്ലെന്നറിയാൻ, രണ്ടാമത് 8 ആഴ്ചയിലെ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനം 18 ആഴ്ചയിലെ അനോമലി സ്കാൻ എന്ന് പറയും. ഇന്ത്യയിലെ ആദ്യത്തെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ 1987 ഡോക്ടർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഡോക്ടറെ കുറിച്ച് പറയുമ്പോഴും ആരോടെങ്കിലും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ എല്ലാവർക്കും അറിയാം ഒരുപാട് പബ്ലിക്കേഷൻസും റിസർച്ചും ഒക്കെ നടത്തിയിട്ടുള്ള ഒരു വ്യക്തി എന്നാണ്. അപ്പോൾ ഈ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യണം എന്ന് മനസ്സിൽ തോന്നിയത് എങ്ങനെയാണ്? അതിൻ്റെ ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തുടങ്ങാമോ? എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്, ഞാൻ MBBS പഠിക്കാൻ പോയത് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ലുധിയാനയാണ്. അത് വലിയൊരു മാറ്റമായിരുന്നു. ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറ്റിയത് ആ സ്ഥാപനമാണ്. അവിടെ നമ്മളെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞു പഠിപ്പിക്കത്തില്ല, പക്ഷെ നമ്മൾ സ്വയം മാറിക്കോളും. അവിടെ ആണ് 3 ക്വാളിറ്റി ഞാൻ പഠിച്ചു. 1, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ. 2, നഴ്സുമാരെ ബഹുമാനിക്കാൻ. 3, രോഗികളെ നമ്മുടെ ദൈവത്തിന് തുല്യമായിട്ട് കാണാൻ. കിട്ടി. അന്നാണ് എനിക്ക് അവിടെ വർക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയത്, ഈ സ്വഭാവ പ്രശ്നങ്ങളുള്ള കുട്ടികളൊക്കെ OP വരും, ഞാൻ അവരെ പിന്നെ മേളി വിടും. അവിടെ സൈക്കോളജി, ഞാൻ അതേ ഫ്ലോറിൽ തന്നെ താമസിക്കുന്നത്. അങ്ങനെ സൈക്കോളജിസ്റ്റുമായിട്ട് അടുപ്പിച്ചയച്ച എനിക്ക് കുറേ പഠിച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യം ഞാൻ തുടങ്ങിയത് എന്താണ്, ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്കാണ്. 80 ജാനുവരി 14. 19 ആയപ്പോഴത്തേക്ക് ഇന്ദിര എന്ന് പറഞ്ഞ ഒരു വെൽ ട്രെയിൻഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വന്നു. അപ്പോൾ ആദ്യത്തെ 5 കൊല്ലം ഒരു 5000 കേസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും കാലമായിട്ട് 75,000 കൂടെ കുട്ടികളെ കൗൺസിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കുട്ടികൾക്ക് സ്വഭാവ പ്രശ്നം വരുന്നെങ്കിൽ അതിൻ്റെ കാരണം ഒന്നുകിൽ അവരുടെ ബുദ്ധിവികാസക്കുറവുണ്ട്, അല്ലെ പേരൻസ് ഒരുപാട് അങ്ങ് എക്സ്പെക്റ്റ് ചെയ്യുന്നു, പിള്ളേർക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? ഞാൻ വിചാരിച്ചത് നമുക്ക് കുറച്ചുകൂടെ നേരത്തെ ചെയ്തുകൂടെ. അങ്ങനെയാണ് ഡെവലപ്മെൻറ്റൽ ക്ലിനിക്ക് ഉണ്ടാക്കി. മെൻ്റൽ റിട്ടാർഡേഷൻ, അന്ന് ഇപ്പോൾ അങ്ങനെയല്ല പറയുന്നത്, അന്ന് മെൻ്റൽ റിട്ടാർഡേഷൻ, സ്പാസ്റ്റിക്, സെർബ്രൽ പാൾസി അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ഒരുപാട് ലേറ്റായി, പിന്നെ ഇങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം. അതുകൊണ്ട് 87 ഓഗസ്റ്റ് 1 1987 ഓഗസ്റ്റ് 1 എൻ്റെ ഒരു PhD പ്രോജക്റ്റായിട്ട് ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഫോളോ അപ്പ് എന്ന് പറയും. അതായത് പ്രോബ്ലം ഉള്ള കുട്ടികളെ നഴ്സറി അഡ്മിറ്റ് ചെയ്യില്ല, സ്പെഷ്യൽ കെയർ നഴ്സറി. ഇപ്പോൾ അതിനെ നിയോനെറ്റൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ്. അന്ന് ഇൻറ്റൻസീവ് എന്ന് പറയത്തില്ല, സ്പെഷ്യൽ കെയർ നഴ്സറി കിടക്കുന്ന കുട്ടികളെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. അതാണ് ആദ്യത്തെ. അപ്പോൾ എന്താണ് എൻ്റെ റിസർച്ച് എന്ന് ചോദിച്ചാൽ, ആ സമയത്ത് ഇത് തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, PhD പറയാൻ എളുപ്പമാണ്, പക്ഷേ പഠിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് റിസർച്ച് മെത്തേഡ് അറിയണം. അങ്ങനെയാണ് ഓസ്ട്രേലിയ റിസർച്ച് മെത്തഡോളജി പഠിക്കാൻ പോയി. അതിൻ്റെ തീസിസ് ആയിരുന്നു ഈ ഡ്രഗ്സ് ഉണ്ടല്ലോ, ഈ ബുദ്ധി വരാനെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഡ്രഗ്, എൻകഫബോൾ എന്ന് പറയുമായിരുന്നു അന്ന് ഒഫീഷ്യലായിട്ട്, പക്ഷേ പാരറ്റിനോൾ എന്ന് പറയും. ആ ഡ്രഗ് ഇഫക്റ്റീവ് അല്ല എന്ന് ഒരു ഏറ്റവും നല്ല മെത്തഡോളജി ഉപയോഗിച്ച് ഞാൻ കാണിച്ചു. അതിനെപ്പറ്റി ബഹളമൊന്നും ഉണ്ടാക്കിയില്ല, പക്ഷേ പതുക്കെ മാർക്കറ്റിൽ നിന്ന് ഡ്രഗ് അങ്ങ് ഡിസപ്പിയർ ചെയ്തു. അടുത്തതാണ് ഈ കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ നന്നാക്കിയെടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ എന്ന് പറയുന്നത് ഏറ്റവും നല്ല റിസർച്ച് മെത്തഡോളജി. അത് വെച്ച് 1000 കുട്ടികളെ നമ്മൾ ഏർലി സ്റ്റിമുലേഷൻ, അല്ലെങ്കിൽ ഏർലി സ്റ്റിമുലേഷൻ, അമ്മൂമ്മയൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളായിട്ട് കളിക്കുന്നില്ലേ, ഇന്ന് ഒട്ടുമില്ലാത്തൊരു കാര്യം അതാണ്. എല്ലാവരും ബിസിയാണ്, എല്ലാവരും ന്യൂക്ലിയർ മാത്രമല്ല, എല്ലാം ഡിജിറ്റൽ എറയിലാണ്. എല്ലാം ഇതിനകത്ത് നോക്കിയാലേ നമുക്കറിയത്തുള്ളൂ. കുഞ്ഞിൻ്റെ ഓരോ ഭാവങ്ങൾ നോക്കാൻ നമുക്കറിയത്തില്ല. അപ്പോൾ എന്തോ എല്ലാവരും വിചാരിച്ചത് വലിയ കാര്യം, ഒന്നും പുതിയല്ല, അമ്മൂമ്മ ചെയ്യുന്ന കാര്യം തന്നെ. കൊച്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും, കളി ഭാഷയിൽ സംസാരിക്കും, മാറ്റി പറയും, അവരെ ചിരിക്കും, ഉമ്മ വെക്കും, ശബ്ദം മാറ്റി സംസാരിക്കും, അവരെ ഇങ്ങനെ എടുത്ത് താരാട്ട് പാടും, അല്ലേ, മസാജ് ചെയ്യും, എല്ലാം
ചെവി കാര്യങ്ങൾ പറയും. ഇത് പഴയ രീതിയിൽ നിന്നുള്ള ഒരു നോട്ടം മാറി കംപ്ലീറ്റ് ഒരു വ്യത്യാസമില്ല. ഏർലി സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ അമ്മൂമ്മമാർ ചെയ്യുന്ന ഇത് ഞാൻ എടുത്തു പറയാൻ കാര്യം, ഇപ്പോൾ പല വെസ്റ്റേൺ രാജ്യങ്ങളും പറയും ആഫ്രിക്കയിലും ഏഷ്യയിലുമുള്ള കുട്ടികൾക്ക് വേണ്ടത്ര സ്റ്റിമുലേഷൻ കിട്ടുന്നില്ല. അവർ കിട്ടുന്നില്ല എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഈ പൈസ കൊടുത്തൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് 2 മണിക്കൂർ സ്റ്റിമുലേറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ കളി കൊടുക്കുന്നതാണ് സ്റ്റിമുലേഷൻ. അങ്ങനെ അല്ല, അത് മണ്ടത്തരമാണ്. നമ്മുടെ കുട്ടികൾ നേരം വെളുത്ത ഉടനെ ഇറങ്ങി അങ്ങ് ഓടുകയാണ്. അവരെന്തിനേയും പിടിക്കും, എന്തും എടുക്കും. ഇല കിട്ടിയാൽ അതുകൊണ്ട് കളിക്കും, കമ്പ് കിട്ടിയാൽ അതുകൊണ്ട് കളിക്കും, ഇല്ലേ, ഓല കിട്ടിയാൽ അതുകൊണ്ട് കളിക്കും. ആ ഒരു സ്റ്റേജാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ നമ്മൾ ഫ്ലാറ്റ് ലൈഫൊക്കെയാണ് കൂടുതലും പോകുന്നത്. ആണ്. അപ്പോൾ ഫ്ലാറ്റിന് താഴെ സ്ഥലമുണ്ട്, പക്ഷെ ആ കോൺക്രീറ്റിലേക്ക് ഇറക്കുന്നില്ലല്ലോ. അതായത് എന്താണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പ്രോബ്ലം വരാൻ കാര്യം? അപ്പം നമ്മൾ ആദ്യത്തെ 1000 ദിവസം എന്ന് പറയും. ഓക്കെ, ആദ്യത്തെ 1000 ദിവസം എന്ന് പറഞ്ഞാൽ 270 ദിവസം അമ്മയുടെ വയറ്റിൽ, 365 ആദ്യത്തെ കൊല്ലം, 362 കൊല്ലം. ഈ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിവികാസം ഉണ്ടാകുന്നത്. 95% 6 വയസ്സിനകത്ത് വരും, പക്ഷേ 85% ഈ 2 വയസ്സിനകം വരും. അപ്പോൾ 85% ബുദ്ധി വരുന്ന 2 കൊല്ലമാണെങ്കിൽ ആ 2 കൊല്ലം അമ്മയോ അച്ഛനോ ആരെങ്കിലും ലീവ് എടുത്തിരുന്നാലും കുഴപ്പമില്ല, ഒരു നഷ്ടവുമില്ല. ഭാവിയിൽ ബാങ്കിൽ കൊണ്ട് പൈസ ഇടുന്നതിനെക്കാട്ടും ഇൻവെസ്റ്റ്മെൻ്റ് ആണിത്. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഭാവി കിട്ടും. അപ്പോൾ എന്തൊക്കെ കാരണം കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് ഈ പ്രോബ്ലം വരുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാരണം പറഞ്ഞാൽ തൂക്കം കുറഞ്ഞ കുട്ടി, അല്ലെങ്കിൽ മാസം തികയാത്ത കുട്ടി. അപ്പം തൂക്കം കുറഞ്ഞ കുട്ടികൾ എന്തുകൊണ്ടുണ്ടാകുന്നു? പല പല കാരണമുണ്ടെങ്കിലും ഏറ്റവും പ്രധാനം അമ്മയ്ക്ക്, ഇത് ഇന്ത്യയിൽ വലിയ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, അമ്മയുടെ പൊക്കക്കുറവ്. ഓക്കെ, ഏകദേശം 1/3 കാരണം അതാണ്. അതുപോലെ 1/3 കാരണം അമ്മയുടെ ആരോഗ്യ കുറവ്, ഹീമോഗ്ലോബിൻ രക്തക്കുറവ്. മൂന്നാമത്തെയാണ് നമ്മൾ വേണ്ടത്ര ഈ ആൻറ്റിനേറ്റൽ കെയർ കിട്ടാത്തത്, അമ്മയ്ക്ക് മാനസിക ആരോഗ്യം കിട്ടാത്തത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഫിസിക്കൽ അല്ലെങ്കിൽ എല്ലാം കൊടുക്കും അമ്മയ്ക്ക്, മനസ്സമാധാനം ഒഴിച്ച് ബാക്കിയെല്ലാം കൊടുക്കും. പണ്ടങ്ങനെ അത് കുട്ടിയെ ഒരുപാട് ബാധിക്കും. പിന്നെ കുറേയൊക്കെ ആൽക്കഹോൾ അതൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിൽ അതൊന്നും അത്ര വലിയ ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നില്ല. പറയാൻ കൊള്ളാമെങ്കിൽ അത്രയൊന്നുമില്ല. അപ്പോൾ 3 കാര്യങ്ങൾ അമ്മ അറിയണം. ഗർഭിണിയാവുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ അറിയണം. ഒന്നാമത്തെ റുബെല്ല വാക്സിനേഷൻ എടുത്തിരിക്കണം. എന്താണ് റുബെല്ല വാക്സിനേഷൻ? റുബെല്ല വാക്സിനേഷൻ ഇപ്പോൾ കൗമാരത്തിൽ റുബെല്ല വന്ന ഒരു കുഴപ്പമില്ല, എല്ലാവരെയും പോയി കെട്ടിപ്പിടിച്ചോ, ഒന്നും സംഭവിക്കത്തില്ല, മണ്ണൻ പറയും, അതുപോലെ പോവും. പക്ഷേ ഗർഭിണിയായിരിക്കുമ്പോൾ വന്നാൽ തലച്ചോറ് ചെറുതായും, ചെവി കേൾക്കാതെയാവും, കണ്ണിൽ തിമിരം വരും, ഹൃദയത്തിൽ ഹോള് വരും. ഇനിയും വല്ലതും വരണോ? അപ്പോൾ ഇതാണ് റുബെല്ല വാക്സിൻ. ഇപ്പോൾ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നെങ്കിലും സ്കൂൾ കുട്ടികളെ എടുക്കാൻ മടി കാണിക്കുന്നു. റുബെല്ല ഗർഭിണിയാകുമ്പോൾ വരുന്നതിനും വന്നാൽ ഇത് 3 സംഭവിക്കും. സാധ്യത കൂടുതലാണ്, വളരെ കൂടുതലാണ്, ഒരു സംശയവും വേണ്ട. രണ്ടാമത്തെ എന്താണ് പറയുക, ഫോളിക് ആസിഡ് കൊടുക്കണം. നമുക്കറിയാം അയൺ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്, അതല്ല, അതേ ഫോളിക് ആസിഡ് തന്നെ എപ്പോഴാണ് കൊടുക്കുന്നത്? കഴിച്ചിട്ടുണ്ടോ ഫോളിക് ആസിഡ് ഗർഭിണിയാകുന്ന സമയത്ത്? എപ്പോഴാണ് തന്നത്? ആദ്യ മാസം കാണുമ്പോൾ തൊട്ട് തരുന്നു. അതാ തെറ്റ്. ഗർഭിണിയായി കഴിഞ്ഞിട്ട് ഇത് കഴിച്ചുകൊണ്ട് ഒരു ഉപയോഗമില്ല. ഒരു ഉപയോഗമില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കാര്യമായ ഉപയോഗമൊന്നുമില്ല. എപ്പോഴാണ് കഴിക്കേണ്ടത്? ആവും മുമ്പ്. കല്യാണം ഏത് ഏജ് തൊട്ട് തുടങ്ങണം? അല്ല, കല്യാണം ഫിക്സ് ചെയ്ത ദിവസം തൊട്ട് മതി. അല്ല, ദിവസം മുഴുവൻ കഴിച്ചാൽ പിന്നെ നമ്മൾ സമയമാകുമ്പോൾ നിന്ന് പോകും. കല്യാണം ഫിക്സ് ചെയ്യുന്ന സമയത്ത് കഴിക്കണം. കഴിക്കണം എന്ന് പറയാൻ കാര്യം, നമ്മുടെ ഈ തലച്ചോറും സ്പൈനും ഡെവലപ്പ് ചെയ്യുന്ന ഒരു ന്യൂറൽ പ്ലേറ്റ് എന്ന് ഉള്ള രീതിയിലാണ്. ഈ ന്യൂറൽ പ്ലേറ്റ് ഇങ്ങനെ ചുരുണ്ട് ന്യൂറൽ ട്യൂബ് ആവും. ഒരു ഹോള് കണ്ടോ ഇവിടെ? കണ്ടു. അപ്പോൾ ഇതില്ലെങ്കിൽ ഏതാ ഫോളിക് ആസിഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹോൾ ഉണ്ടാവത്തില്ല. ഈ ഹോളിൽ കൂടെ നെർവ്സ് വെളിയിൽ വരാം. പക്ഷേ ഇതൊക്കെ സംഭവിക്കുന്ന 24 ദിവസത്തിനകത്താണ്. എത്ര? 24. അത് വളരെ 24 ദിവസം. അപ്പോൾ സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയും പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്ന എപ്പോഴാണ് പ്രഗ്നൻസി ഉണ്ടാകുന്നത്? 2 മാസം വരെ നടുക്ക്, 14 ദിവസത്തിനടുത്താണ് ഓവുലേഷൻ, അപ്പോഴാണ് പ്രഗ്നൻ്റ് ആവുന്നത്. പക്ഷേ അപ്പോൾ 2 ആഴ്ച ഇല്ലേ, 28 ദിവസം 2 ആഴ്ച, 14 ദിവസം. പിന്നെ ഒരാഴ്ചയെങ്കിലും മെൻസസ് വരാതിരിക്കുമ്പോഴാണ് നമ്മൾ സംശയിക്കുന്നത്. അപ്പോൾ എത്രയായി? 21 ദിവസം. പിന്നെ ഡോക്ടറൊക്കെ പോകുമ്പോൾ 2-3 ദിവസം ഏതായാലും മാറിപ്പോവും. അപ്പോൾ 24 ദിവസത്തിന് മുമ്പ് ആരും ഡോക്ടറെ അടുക്ക് എത്തുന്നില്ല. അത് കഴിഞ്ഞ് കഴിക്കുന്ന ഫോളിക് ആസിഡിന് ഉപയോഗമില്ല. ആര് പഠിക്കണം?
ടീച്ചറാണെന്ന് പറയും, സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്? +1 ഉണ്ട്. അവർക്ക് വേണം ഇത് പറഞ്ഞു കൊടുക്കാൻ. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. കിട്ടിയ? അപ്പോൾ അവിടെയാണ് നമ്മൾ നമുക്ക് ശരീരത്തിന് ഉപയോഗമുള്ള കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സ് ഒരിക്കലും മടി വിചാരിക്കരുത്. അതാണ് രണ്ടാമത്തെ പ്രധാനം. മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഏതാണ്? റുബെല്ല വാക്സിൻ. രണ്ടാമത്തെ ഫോളിക് ആസിഡ് കഴിക്കണം. മൂന്നാമത്തെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേറൊരു കാര്യമാണ് ആൻറ്റിനേറ്റൽ ചെക്കപ്പ് ശരിക്കും നടത്തണം. ഇപ്പോൾ 8 തവണയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിലും 2 തവണ അൾട്രാസൗണ്ട് ചെയ്യണം. ഒന്ന് പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ബേബിക്ക് ഭ്രൂണത്തിന് കുഴപ്പമില്ല എന്നറിയാൻ. രണ്ടാമത് 8 ആഴ്ചയിലെ സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനം 18 ആഴ്ചയിൽ അനോമലി സ്കാൻ എന്ന് പറയും. എന്തോ അനോമലി സ്കാൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ദേഹത്ത് മുടി തൊട്ട് നഖം വരെ ഒരു ഡിഫക്റ്റും ഇല്ല. പക്ഷേ ഇവിടെ +2 ടീച്ചറുടെ സ്റ്റൈലൊന്നും എടുത്താൽ നടക്കത്തില്ല. എന്തോ അവിടെ നീങ്ങിനിക്ക, മാറടാ, ഇരിക്കടാ, നിൽക്കടാ എന്നൊന്നും പറഞ്ഞാൽ കൊച്ചു കേൾക്കത്തില്ല. കേൾക്കുമോ? ഇല്ല. വയറ്റിൽ കിടക്കുന്ന കൊച്ചു കേൾക്കുമോ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ കൊച്ചു തിരിയാനും പിരിയാനും ഒക്കെ വെയിറ്റ് ചെയ്യണം. അത് ചിലപ്പോൾ 2 മണിക്കൂർ എടുത്തെന്നിരിക്കും. അപ്പോൾ അത്രയും വില്ലിങ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്കാൻ കിട്ടത്തുള്ളൂ. കുഞ്ഞ് തിരിയാതെ പുറയിൽ ദ്വാരമുണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല. അനോമലി 3 കിട്ടിയല്ലോ. ഇനിയും നമ്മൾ പ്രസവിക്കാൻ പോകുന്ന എവിടെയാണ്? 3 കാര്യം. എല്ലാത്തിനും 3 എന്തോ 3 കാര്യം? നമ്മൾ പോകുന്നത് അമ്മയ്ക്ക് അത്യാവശ്യം വന്നാൽ ബ്ലഡ് കൊടുക്കാൻ സൗകര്യമുള്ള ഹോസ്പിറ്റലായിരിക്കണം. കാരണം എപ്പോൾ വേണേൽ ബ്ലീഡിങ് വരാം അമ്മയ്ക്ക്. രണ്ടാമത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ശ്വാസം എടുത്തില്ലെങ്കിൽ ശ്വാസം കൊടുക്കാൻ ആംബു ബാഗ് എന്ന് പറയും. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിതുക്കുന്ന ഒരു സാധനമുണ്ട്. അതുള്ള ഹോസ്പിറ്റലായിരിക്കണം. മൂന്നാമത്തെ ബ്രസ്റ്റ് ഫീഡിങ് നിർബന്ധമായിട്ട് കൊടുക്കുന്നതായിരിക്കണം. എന്നുവെച്ചാൽ ബുദ്ധിമാന്ദ്യം ഉണ്ടാവാൻ 3 കാരണങ്ങളേ ഉള്ളെന്ന് പറഞ്ഞാൽ, ഒന്ന് ഓക്സിജൻ്റെ കുറവ്, ശ്വാസം എടുക്കുക, കരയാന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുന്ന ഒന്നാണ്. രണ്ടാമത് ഗ്ലൂക്കോസിൻ്റെ കുറവ്, മൂന്നാമത് അണുബാധ. അപ്പോൾ ഓക്സിജൻ്റെ കുറവ് എങ്ങനെ മാറ്റാൻ പറ്റും? ഡോക്ടർ ഉടനെ തന്നെ ആംബുബാഗിട്ട് ചെയ്ത് കൊച്ചിനെ തട്ടിപ്പിടിച്ചൊക്കെ കരയിപ്പിക്കും. അപ്പോൾ കരയുമ്പം എല്ലാം കിട്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല. രണ്ടാമത്തെ പാല് കൊടുക്കണം. പാല് കൊടുക്കുന്നത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? അങ്ങനെ ചെയ്തോന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നോ? ഓർക്കുന്നില്ല. പ്രസവിച്ച ഉടനെ സിസേറിയനായിരുന്നു. അതൊന്നും കാര്യമില്ല. അതേ ഞാൻ പറഞ്ഞു. ആരാന്ന് പറയുന്നില്ല. ഒരു വലിയ നടി, മോളും നടിയാണ്. അടുത്ത കാലത്ത് ഞാൻ കണ്ടപ്പോൾ ചോദിച്ചടേ, നിന്നെ ഞാനാണ് ആദ്യം പാല് കൊടുപ്പിച്ചത്, അറിയാവോന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. സിസേറിയനായിരുന്നു. തമാശയ്ക്ക് ഞാൻ കാണാൻ പോയി. ഉടനെ പറഞ്ഞു പാല് കൊടുത്തോന്ന് ചോദിച്ചു. ഇല്ല, സിസേറിയനാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ യൂഷ്വൽ തമാശ, ഞാൻ കൊച്ചിനെ നോക്കിയിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവക്കല്ല, എനിക്ക് സിസേറിയൻ. അത് ശരി, നിങ്ങൾക്കല്ലേ സിസേറിയൻ, കൊച്ചിന് കുഴപ്പമൊന്നുമില്ല, അങ്ങോട്ടൊന്ന് വെച്ച് കൊടുക്കുക, കുടിച്ചോളൂ. പ്രസവിച്ച ഉടനെ നേരെ നെഞ്ചത്തേക്ക് കിടക്കണം. നമുക്കറിയേണ്ട കാര്യം എന്തുകൊണ്ടാണെന്നറിയോ? 5 കിലോമീറ്റർ നമ്മൾ ഓടി വന്നാൽ എന്തോ ചെയ്യും? വെള്ളം എന്ന് പിടിച്ചുകൊണ്ടിരിക്കും, അല്ലേ? ആ സമയത്ത് വെള്ളം കൊടുത്താൽ ഒരു ജഗ് മുഴുവൻ കുടിക്കും. അരമണിക്കൂർ, ആയുർവേദത്തിൽ അങ്ങനെ പറയും, അരമണിക്കൂർ കഴിഞ്ഞ് കൊടുക്കാവുന്ന. അരമണിക്കൂർ കഴിഞ്ഞ് കൊടുത്താൽ ദാഹം പോകും. ദാഹം പോയി കഴിഞ്ഞ് പാല് കുടിപ്പിക്കാൻ നോക്കിയാൽ കൊച്ചു കുടിക്കത്തില്ല. കുഞ്ഞിന് അതേപോലെ ഇത് കൊടുത്തിട്ടുണ്ട്. നെഞ്ചത്തോട്ടിട്ട നിപ്പിൾ ഇങ്ങനെ മുഖം കൊണ്ട് തപ്പിയെടുത്ത് നിപ്പിൾ കണ്ടുപിടിക്കും. ഇതൊക്കെ സർവൈവ് ചെയ്യാൻ ദൈവം കൊടുത്ത ചില കഴിവുകളാണ്. അത് നമ്മൾ കാണണം. മൂന്നാമത്തെയാണ് ഞാൻ പറഞ്ഞത് അണുബാധ. ആരാ അണുബാധ കൊടുക്കുന്നത്? കുഞ്ഞിനെ കാണാൻ വരുന്നവർ. അവരെന്താ ചെയ്യുക? എടുത്തോണ്ട് കുഴപ്പമില്ല. എന്താ അവർ ചെയ്യുക? ഉമ്മ വെക്കും. അതാണ് ഏറ്റവും കുഴപ്പം. എവിടെയാ ഉമ്മ വെക്കുന്നത്? മുഖത്ത്. അതിന് പകരം പാദത്തിൽ ഉമ്മ വെക്കണം. കുഞ്ഞെന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് വിചാരിക്കണം. നമ്മുടെ എല്ലാം ഒരു ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാണ്? മഹാവിഷ്ണുവിൻ്റെ പാദത്തിൽ ചേരണം എന്നാണ്, പാദത്തിൽ എത്തണം എന്നാണ്. അപ്പോൾ കുഞ്ഞെന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ്. പാദത്തിൽ ഉമ്മ വെക്കണം. ഇനി ആർക്കെങ്കിലും അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആശുപത്രി ഞാൻ പറയും, ഇവിടെ കയറുന്ന ഗേറ്റിൻ്റെ അവിടെ വലിയൊരു ബൊമ്മ വെച്ചേക്കണം. ഉമ്മ വെക്കേണ്ടതെല്ലാം ഇവിടെ വെച്ചിട്ട് പോകും. അകത്തോട്ട് പോയി കൊച്ചിനെ തൊട്ടേക്കരുത്. നമ്മൾ വിചാരിക്കുക അമ്മയുടെയിൽ നിന്നാണ് കുഞ്ഞിന് ഇൻഫെക്ഷൻ വരുന്നത്. അല്ല, പുറത്തുനിന്ന് വരുന്നവരാണ്. അമ്മയുടെ എന്ത് അണുക്കൾ കുഞ്ഞിന് കയറിയാൽ നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ അറിയാത്തൊരു കാര്യമാണത്. കുഞ്ഞിൻ്റെ ദേഹത്ത് ആദ്യം കയറേണ്ടത് എന്തുവാണ്? അമ്മയുടെ അണുക്കളാണ്.
ഉദാഹരണത്തിന് കിടാവിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ഈ കോളേജെന്നും പറഞ്ഞ് ബാക്ടീരിയ ഇട്ട് കൊടുത്താൽ രണ്ടാമത്തെ ദിവസം അതിൻ്റെ അമ്മയുടെ പാലിനകത്ത് അതിന് അഗൻസ്റ്റുള്ള ആൻറ്റിബോഡി വരും. കിട്ടിയാ? അപ്പോൾ അമ്മയുടെ ദേഹത്തുനിന്ന് വരുന്ന കുഞ്ഞിന് അപ്പം അമ്മ നക്കത്തൊന്നും ഇല്ലെങ്കിലും പശു നക്കിയാണ് വയറ്റിൽ പോകുന്നത്. പക്ഷെ അമ്മ കൈകാര്യം ചെയ്യുമ്പോൾ അറിയാം. ഈ 3 കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇന്നത്തെ ഏറ്റവും പ്രധാനം അതല്ല. സാധാരണ കുട്ടികളെക്കാട്ടിൽ ഇന്ന് നേരത്തെ പ്രസവിക്കുന്ന കുട്ടികളെ രക്ഷിക്കും. നമ്മൾ നേരത്തെ പ്രസവിക്കുന്ന കുട്ടികളെ നമ്മൾ രക്ഷിക്കും. അപ്പോൾ എന്ത് പറ്റും? പണ്ട് 7 മാസമായാലേ തികയാതെ വരുന്ന കുട്ടികൾക്ക് ഒരുപാട് പ്രോബ്ലംസ്. അവരുടെ പ്രോബ്ലം എന്താണ്? ഈ ഓർഗൻസ് ഒന്നും മച്യൂർഡ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും. അത് ബ്രെയിനും മച്യൂർഡ് ആയിട്ട്, ബാക്കിയെല്ലാം ഞാൻ വിട്ടേക്കാം, ബ്രെയിൻ മച്യൂർഡ് അല്ല. അപ്പോൾ അവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറിനകത്ത് തേങ്ങ ഇങ്ങനെ നടുവേ പൊളിച്ച് എങ്ങനെ ഇരിക്കും, ഇങ്ങനെ വട്ടത്തിൽ ഒരു വെള്ളമുള്ളൊരു കാണത്തില്ല, അതുപോലെയാണ് നമ്മുടെ തലച്ചോറ്. അതിന് വെൻട്രിക്കിൾ എന്നൊക്കെ പറയും. എന്താണ് വെൻട്രിക്കിൾ? അതിന് ചുറ്റുമുള്ള ടിഷ്യൂ കാർന്ന് തിന്നു പോകും, നശിച്ചു പോകും. അപ്പോൾ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു അൾട്രാസൗണ്ട് ചെയ്താൽ നമുക്ക് ഉടനെ അറിയാതെ. കിട്ടിയ നോർമൽ കുട്ടികളെ അല്ല ഞാൻ പറയുന്നത്, മാസം തികയാത്ത കുട്ടികളെ ചെയ്താൽ എന്ത് കിട്ടും? നമുക്കറിയാം അവിടെ ഡാമേജ് ഉണ്ട്. ഡാമേജ് ഉണ്ടെങ്കിൽ 100% നമുക്കറിയാം അതിൻ്റെ കാല് തേണ്ടി ഇങ്ങനെ പിണഞ്ഞിരിക്കും, കാലിങ്ങനെ പിണഞ്ഞു പോകും. ഡൈപ്ലീജിയ എന്ന് പറയും. കാല് രണ്ടും ഇങ്ങനെ ആയിപ്പോകും. എന്തുകൊണ്ടെങ്കിൽ ചുട്ടിക്കെട്ടി വരും. എന്തുകൊണ്ടാണ്? അല്ല, കാലിലേക്കുള്ള നെർവ്സ് പോകുന്ന അവിടെ വെച്ചാണ്. അപ്പോൾ ഈ നെർവ് ഡാമേജ് ആവും. ഇത് നമുക്കറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് ചെയ്തുകൂടാ? ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം അതിനു വേണ്ടി? അതിന് നമ്മൾ ചെയ്യുന്നതിനാണ് ഡെവലപ്മെൻറ്റൽ തെറാപ്പി എന്ന് പറയുന്നത്. എന്താണ് ഡെവലപ്മെൻറ്റൽ തെറാപ്പി? ഈ ഡെവലപ്മെൻറ്റ് തെറാപ്പിയും ബാക്കിയുള്ള നമ്മൾ കേട്ടിട്ടുള്ള തെറാപ്പിയായിട്ട് എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, നമ്മൾ അഡൽട്ട് ഫിസിഷ്യൻ ഉണ്ടായിരുന്നു പണ്ട്. അവർ കുഞ്ഞുങ്ങളെ നോക്കുമായിരുന്നു. പിന്നെ നമുക്ക് മനസ്സിലായി അത് ശരിയല്ല, കുഞ്ഞുങ്ങൾക്ക് പീഡിയാട്രീഷ്യൻ വേണം അല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി പീഡിയാട്രീഷ്യൻ മാത്രം പോരാ, നവജാത ശിശുക്കൾക്ക് നീനറ്റോളജിസ്റ്റ് വേണം. ഇന്ന് ഏറ്റവും കൂടെ ഉള്ള അവരാണ് അല്ലേ. എന്ന് പറഞ്ഞ പോലെ പഴയ തെറാപ്പി എല്ലാം, അത് ഫിസിക്കൽ തെറാപ്പി ആയാലും ഓക്യുപ്പേഷൻ തെറാപ്പി എല്ലാം ഇവരെല്ലാം പഠിക്കുന്ന കൂടുതലും അഡൽട്ടിൻ്റെയാണ്. അത് തെറ്റല്ല, നല്ല തന്നെ. കിട്ടിയോ? പക്ഷേ അവർ കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ തന്നെ ഏച്ച് കെട്ടിയ പോലെ ആയിപ്പോയി. അല്ലെങ്കിൽ മാസ്റ്റേഴ്സിൽ കുട്ടികളുടെ കാര്യം നോക്കണം, സ്പെഷ്യലായിട്ട് പഠിക്കണം. അവർക്കും നവജാത ശിശുവിനെ കാണുന്നില്ല. കാരണം ഈ കോളേജുകളെല്ലാം ഹോസ്പിറ്റലിന് അറ്റാച്ച് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ 95 ഗവൺമെൻറ് ഓഫ് കേരള, ഞാനല്ല, ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ഒരു ഡെവലപ്മെൻറ്റ് തെറാപ്പി കോഴ്സ് തുടങ്ങി. ഇപ്പോൾ എത്ര വർഷമായി? 95 എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ 2005, 2015, 30 കൊല്ലമായി അല്ലേ. അപ്പോൾ ഇത്രയും ബാച്ച് അവരാണെന്ന്. എവിടെ നവജാത ശിശുക്കളുടെ നഴ്സറി ഉണ്ടോ ഈ കുഞ്ഞുങ്ങളെ നഴ്സറിക്കകത്ത് പോയും അത് കഴിഞ്ഞും ആദ്യത്തെ 2 or 3 കൊല്ലം നോക്കുന്ന ഇവരാണ്. അവരെന്തോ വിളിക്കും? ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റ്. അപ്പോൾ അവരുടെ ജോലി എന്തുവാ? ഇനി അതിനകത്ത് എന്തുവാ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, മറ്റ് തെറാപ്പിസ്റ്റും എവരുമായിട്ട് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അത് ഞാനൊരു പേഷ്യൻറ്റിനെ നോക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പല പേരൻസും ചോദിക്കും, സാർ ഡോക്ടർ തന്നെയാണോ എന്ന്. കാരണം അത്രമാത്രം കളിതമാശ കാണിക്കും. നമ്മൾ കാണിക്കുന്ന കളിതമാശയും കുരുത്തക്കേടുമാണ് കുഞ്ഞിന് ഏറ്റവും ഇഷ്ടം. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ കുട്ടി കാലിന് ഇങ്ങനെ പിടുത്തം ഉണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു വലിയ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് വിട്ടാൽ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, അവർ ചെയ്യുന്ന കറക്റ്റാണ്, ഒരു തെറ്റുമില്ല. സ്ട്രെച്ച് ചെയ്യും, ഇങ്ങനെ ഇരിക്കുന്ന കാലിനെ സ്ട്രെച്ച് ചെയ്യും അല്ലേ. സ്ട്രെച്ച് ചെയ്യുമ്പോൾ കുഞ്ഞിന് വേദനിക്കുമോ ഇല്ലയോ? ഭയങ്കര. പിന്നെ ആ ജന്മത്തടുത്തോട്ട് വരത്തില്ല. കിടത്തി കഴിഞ്ഞാൽ കീറി വിളിക്കും, കാലെ തൊട്ടാൽ കീറി വിളിക്കും. അതേസമയം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാം? കളിച്ച് ചിരിച്ച് തമാശയല്ല, സ്ട്രെച്ച് ചെയ്യണേലും ചെയ്യും, കരയുകയും ചെയ്യും. ആര് കരയും? തെറാപ്പിസ്റ്റ് കരയും, കുഞ്ഞല്ല. കുഞ്ഞ് അന്തം പിടിയാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ അമക്കുമ്പോൾ നമ്മൾ നമ്മളാണ് ആക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ കുഞ്ഞ് അന്തം വിട്ട് നോക്കും, ശ്രദ്ധ കംപ്ലീറ്റ് ഇങ്ങോട്ടേക്ക് മാറ്റും ഇല്ലേ. ഇതുപോലും വേണ്ട, അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും. അമ്മയ്ക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെയാ നിങ്ങളുടെ കുഞ്ഞിനെ എടുത്ത് എങ്ങനെയാ കാണിച്ചു തന്നു? അങ്ങനെ എടുക്കരുത്. അങ്ങനെ എടുക്കുമ്പോൾ എന്ത് പറ്റും? അത് കുഴപ്പം. നെഞ്ചത്തോട് ഇങ്ങനെ എടുക്കുമ്പം എന്തു പറ്റുന്നു? അല്ല, 3 പ്രോബ്ലം. കുഞ്ഞിന് അമ്മയെ ഇങ്ങനെ ദൂരെ കാണാൻ പറ്റുന്നില്ല. കിട്ടിയ കൈ രണ്ടും സ്റ്റക്കായിരിക്കുന്നു. അതിനെക്കാട്ടി കാല് തേണ്ടി ഇങ്ങനെ ആവുന്നു. അമ്മയുടെ ദേഹത്തോട് ഇങ്ങനെ മുട്ടുന്ന കാല്
മനസ്സിലായി. അതിന് പകരം എങ്ങനെ എടുക്കണ്ടേ? ഇങ്ങനെയാണോ? ഒക്കത്തെടുക്കണം. ഒക്കത്ത് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? ഒക്കത്ത് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ എടുക്കത്തില്ലല്ലോ ഡോക്ടറെ. ആദ്യത്തെ സ്റ്റേജ് അല്ല പറയുന്നത്, ഇച്ചിരി കൂടെ ഒന്ന് ആയിക്കാം, 6 മാസമെങ്കിലും അല്ല, ഈവൻ 3 മാസം ആയി കഴിഞ്ഞാൽ. നമ്മൾ തല ഉറച്ചാലല്ലേ അല്ല, ഒക്കത്തെടുക്കുള്ളൂ. അങ്ങനെ ഒന്നും നിർബന്ധമില്ല. ഇല്ല, നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് തല വെക്കാം, ദേ ഇങ്ങനെ വെക്കാം, പിടിച്ചു വെക്കാം അല്ലേ? തലയുടെ പുറകെ 2 വിരൽ ഇങ്ങനെ വെച്ചാൽ തല ഉറച്ചിരിക്കും. ഉറച്ചിരിക്കും. പക്ഷെ എന്നാലും തല ഇങ്ങനെ ആടിപ്പോകുന്നുള്ള ഒന്നുമില്ല, ഇതൊക്കെ പേടിയാണ്. ഒരു മിഥ്യാധാരണ, പേടിയാണ്. ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? നമുക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. സ്പാസ്റ്റിക് ആയിട്ടുള്ള അമ്മയ്ക്ക് ചെയ്യാൻ പറ്റും, അമ്മൂമ്മയ്ക്ക് ചെയ്യാൻ പറ്റും. ആകെ ഒരു പ്രോബ്ലം വരുന്ന വലിയ വയറുള്ള അമ്മയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ കുഞ്ഞിനെ എടുക്കാൻ പറ്റും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ തുടയിൽ മുമ്പിൽ വെച്ചാൽ മതി, അത്രയും മതി. മുമ്പിൽ വെക്കുമ്പോൾ രണ്ട് സൈഡിലായില്ലേ, കാലകന്നില്ലേ? അമ്മയുടെ ഇവിടെ വരുമ്പോൾ കുട്ടിക്ക് എന്ത് വരും? ഒരു കാരണവശാലും വേദനയില്ല, അമ്മയുടെ ദേഹത്താണ് അല്ലേ? അപ്പോൾ കാലകുന്നു. അപ്പം കാലെങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കുന്ന കാലിനെ നമ്മൾ എന്തോ ചെയ്യും? 24 മണിക്കൂർ ഇങ്ങനെ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായി? ഒന്ന് ചൊറിഞ്ഞ് കാലയിൽ ചൊറിഞ്ഞ് ഇങ്ങനെ തെറാപ്പി ചെയ്തു. അപ്പോൾ തെറാപ്പിസ്റ്റ് ആരാ അവിടെ? അമ്മ. അപ്പോൾ ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റിന്റെ റോൾ എന്താ? അമ്മയെ ഇത് പഠിപ്പിക്കുക. കൈ എന്തോ പറ്റും? അപ്പം കൈ ഇങ്ങനെ ഇരിക്കുമല്ലേ, എന്ത് ചെയ്യാൻ പറ്റും? അമ്മ ഇങ്ങനെ ഓരോ വിരലായിട്ട് ഇങ്ങനെ എടുക്കും. അമ്മയെ എൻജോയ് ചെയ്യുകയാണ് കുഞ്ഞും. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരത്തില്ല അമ്മയ്ക്ക്. അമ്മയ്ക്ക് എന്തുകൊണ്ടാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരുന്നത്? പല കാരണങ്ങളുണ്ടെങ്കിലും കുഞ്ഞുമായിട്ട് കളിക്കാത്തതുകൊണ്ടാണ്. കുഞ്ഞുമായിട്ട് ഇത് കിട്ടി. അപ്പോൾ എന്ത് പറ്റും? ഇങ്ങനെ ആയിപ്പോകുന്ന വിരല് ഓരോ വിരലും നൂന്ന് വരും അമ്മ. പിന്നെ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിലോട്ട് വിരലെടുത്ത് ഇങ്ങനെ ചെയ്യാം, 2 വിരലെടുത്ത് ഇങ്ങനെ ചെയ്യാം. ഒരുപാട് സിമ്പിൾ കാര്യങ്ങൾ അമ്മയ്ക്ക് ചെയ്യാം. തെറാപ്പിസ്റ്റിൻ്റെ റോള് എന്തുവാ? ഇത് പഠിപ്പിച്ചു കൊടുക്കാം, അമ്മയെ പഠിപ്പിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ PhDക്ക് ലോകത്ത് ആദ്യമായിട്ട് ഞാൻ പ്രൂവ് ചെയ്തു ഏർലി സ്റ്റിമുലേഷൻ കൊണ്ട് ഗുണമുണ്ടെന്ന്. എന്തുകൊണ്ട്? ഏർലി സ്റ്റിമുലേഷൻ കൊണ്ട് ഗുണമുണ്ടെന്ന് ആധികാരികമായിട്ട് പബ്ലിഷ് ചെയ്തു. ലോകത്ത് ആദ്യത്തെ, ഇനി അവസാനത്തെ എന്ന് പറയും. കാരണം ഡോക്ടർ ബുക്കല്ലേ എല്ലാവരും പഠിക്കുന്നത് ആണ്. അപ്പോൾ അതിനകത്ത് എന്താ കാണിച്ചതെന്ന് വെച്ചാൽ ബുദ്ധിവികാസം കൂടും, ഇതെല്ലാം കൂടുമെന്ന് കാണിച്ചിട്ടുണ്ട്. എന്ന് വിചാരിച്ച് 100% ഒരിക്കലും അങ്ങനെ പറയരുത്. കുറച്ച് കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്താലും ചിലപ്പം പ്രശ്നം കാണും. ഇല്ലെന്ന് പറയരുത്. 100% ആർക്കും ചെയ്യാം, ദൈവത്തിനേ പറ്റത്തുള്ളൂ. നമ്മൾ വിചാരിച്ച 100% ഒന്നും പറ്റത്തില്ല. അപ്പോൾ ഈ സ്റ്റഡി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, അപ്പോൾ അവരൊക്കെ 1 വയസ്സായി. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 വയസ്സിൽ എഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. 5 വയസ്സിൽ എഫക്റ്റ് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അവർ പ്രീ സ്കൂളായി. അപ്പോൾ അവർക്ക് 1ാം ക്ലാസ്സിൽ പോകാൻ തയ്യാറാണോ എന്ന് നോക്കാം. അതിനുള്ള ടൂൾ ഉണ്ടാക്കി. നെസ്റ്റ് എന്ന് പറയും, നഴ്സറി ഇവാലുവേഷൻ സ്കെയിൽ. അത് കഴിഞ്ഞപ്പോൾ അവർ വളർന്നപ്പോൾ കൗമാരമായി. അപ്പോൾ ഞാൻ കൗമാരത്തിൻ്റെ സ്പെഷ്യലിസ്റ്റായി. അവർ കുറച്ചുകൂടെ വളർന്നപ്പോൾ അവർ എന്തായി? യങ് അഡൽട്ട്സായി. അപ്പോൾ അവരുടെ സ്പെഷ്യലിസ്റ്റ്. അങ്ങനെ അവരുടെ കൂടെ ഞാൻ വളർന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പ്രീമാരിറ്റൽ കൗൺസിലിംഗ്, ന്യൂലി വെഡ് കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് മാരിറ്റൽ കൗൺസിലിംഗ്. ഇതൊക്കെ എന്തുകൊണ്ട് വന്നു? എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എത്ര വയസ്സ് കാണും? ഇപ്പം ഞാൻ 87 ഓഗസ്റ്റ് 1 തുടങ്ങിയ കുട്ടികൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി കാണും? പറഞ്ഞേ. 39 ആയി. ഈ അടുത്ത കാലത്ത് അമേരിക്കയിൽ നിന്ന് ഒരു ലേഡി എന്നെ വിളിച്ചു ചോദിച്ചു മലയാളത്തിൽ, സാർ എന്നെ ഓർക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പം അമേരിക്ക കിടക്കുന്നതിൻ്റെ ഞാനെങ്ങനെ ഓർക്കും? അല്ല, ഒരു രാത്രി 3 തവണ ബ്ലഡ് മാറ്റി വെച്ച ഒരു കുട്ടിയെ ഓർക്കുന്നോ എന്ന് ചോദിച്ചു. ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് 3 തവണ. അറിയാം, എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ എന്ന് വെച്ചാൽ ഇവിടെ അംബലിക്കസിനകത്തൊരു ട്യൂബ് ഇട്ടിട്ട് മഞ്ഞ കൂടിയിട്ടാണ്. മഞ്ഞ ഭയങ്കരമായിട്ട് കൂടി 20 cc കളയും, 20 cc നമ്മൾ ഫ്രഷ് ബ്ലഡ് കൊടുക്കും, 20 കളയും. അങ്ങനെ ചെയ്യും. ഭയങ്കര ഡെത്ത് റേറ്റ് ഉണ്ട്, പ്രോബ്ലം വരാവുന്നതാണ്. ഒരിക്കൽ ചെയ്തു, തിരികെ വന്ന് 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയ പോലെ. അത് ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കും. അതുകൊണ്ട് 2ാമത് ചെയ്തു. 3ാമത്തെ വെളുപ്പിനെ 4 മണിക്കാണ് ചെയ്തത്. എല്ലാവരും പറഞ്ഞു വേണ്ട, 3ാമത്തെ ചെയ്താൽ ചിലപ്പോൾ കുഞ്ഞിന് വല്ലതും പറ്റും. ഞാൻ പറഞ്ഞു കുഞ്ഞിന് പറ്റിയാൽ പറ്റത്ത, ഞാൻ ചെയ്തില്ല. ഇതിന് ബുദ്ധിമാന്യമുള്ള കുഞ്ഞിനെ അമ്മയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് 1% അല്ല 5% പ്രശ്നം ഉണ്ടെങ്കിലും വിട്ടേക്കും, ബാക്കി 95% രക്ഷപ്പെടുത്താമല്ലോ. അങ്ങനെ ചെയ്ത ആ കുഞ്ഞാണ് 38 വയസ്സായിട്ട് എന്നെ വിളിച്ചത്. അതിൽ കൂടെ ജീവിതത്തിലൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞ എന്താ? 3 കാര്യങ്ങളാണ്. സകല പ്രോബ്ലത്തിനും കാരണം തൂക്കം കുറഞ്ഞ കുട്ടികൾ, അല്ലെ മാസം തികയാത്ത കുട്ടികൾ, അല്ലേ? അപ്പോൾ അവരെ കണ്ടുപിടിക്കാനുള്ള മാർഗം നമ്മൾ ഏർലി സ്റ്റിമുലേഷൻ ചെയ്യണം. ഏർലി സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ അമ്മൂമ്മയൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം. അത് കഴിഞ്ഞ് നമ്മൾ അവരെ എന്ത് ചെയ്യണം? ഡെവലപ്മെൻറ്റൽ ഡിലേ
നേരത്തെ പറഞ്ഞില്ലേ പല പല ഡെവലപ്മെൻ്റ് ഇല്ലേ, അതിന് ഓരോന്നിനും ടൂളുണ്ട്. ആ ടൂളും അമ്മയ്ക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലെ അംഗൻവാടി വർക്കൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഞാൻ ചെയ്യുന്ന ഒന്നും ഡോക്ടർക്ക് ചെയ്യാവുന്ന ഉള്ളതല്ല, എല്ലാം ഇത്. പക്ഷേ ഈ ടൂളുകളെല്ലാം അമേരിക്കൻ ടൂളുമായിട്ട് തട്ടിച്ച് നോക്കി വാലിഡേറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഡെവലപ്മെൻറ്റിന് ട്രിവാൻഡ്രം ഡെവലപ്മെൻറ്റ് സ്ക്രീനിങ് ചാർട്ട്, ലാംഗ്വേജിന് ലാംഗ്വേജ് ഇവാലുവേഷൻ സ്കെയിൽ ട്രിവാൻഡ്രം, കമ്മ്യൂണിക്കേഷന് കമ്മ്യൂണിക്കേഷൻ ഇവാലുവേഷൻ സ്കെയിൽ ട്രിവാൻഡ്രം, അങ്ങനെ മോട്ടോറിന് അമിൽറ്റൈസൺ ആംഗിൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂടുതൽ പറഞ്ഞാൽ എല്ലാം കൂടെ കൺഫ്യൂഷനാണ്, അതുകൊണ്ട് അത്രയും പറയുന്നില്ല. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇന്ന് പഠിച്ച 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ടീച്ചറാണ്, അതുകൊണ്ട് പഠിച്ചതെന്നേ പറയത്തുള്ളൂ. നിങ്ങളും ടീച്ചറാണ് അല്ലേ? ഇന്ന് എന്തൊക്കെ 3 കാര്യം പഠിച്ചത്? തൂക്കം കുറഞ്ഞ കുട്ടികളും ലോ ബർത്ത് വെയ്റ്റ് കുട്ടികളാണ് നമ്മുടെ പ്രോബ്ലം. അവർക്ക് തെറാപ്പി കൊടുക്കാൻ ഒരു സ്പെഷ്യലൈസ് കേഡർ തന്നെ വേണം. പക്ഷെ ഫസ്റ്റ് സ്പെഷ്യലൈസ്ഡ് എന്ന് പറയുമ്പോൾ അമ്മമാർ തന്നെയല്ലേ? ആണ്, അതാണ് ഏറ്റവും രണ്ടാമത്തെ. ഞാൻ പറയാത്ത കാര്യം നിങ്ങൾ പിന്നെ എടുത്തു പറയുകയാണ്. അമ്മയാണ് ഏറ്റവും നല്ല തെറാപ്പിസ്റ്റ്. അമ്മ കഴിഞ്ഞാൽ നമുക്ക് അംഗൻവാടി വർക്കേഴ്സിനെ ഉപയോഗിക്കാം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പം ICDSൻ്റെ 50ാമത്തെ വാർഷികമാണ് ഈ വർഷം. ഈ ഒക്ടോബർ 2 നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സ്കൂളിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ ഇത്രയും അംഗൻവാടി വർക്കേഴ്സ് ഉണ്ട്. അവർ 0 മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളെ നോക്കുക. ഓൾറെഡി അവർ അമ്മമാരെ നോക്കുന്നുണ്ട്, കൗമാര കുട്ടികളെ പെൺകുട്ടികളെ നോക്കുന്നുണ്ട്. ഇതുകൂടെ ചെയ്യാമെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ അതിനു വേണ്ട ടൂൾസ് എല്ലാം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് കേരളം ഇന്ത്യക്ക് കൊടുത്ത മാതൃക. ഇന്ത്യക്ക് കൊടുത്ത മാതൃക ഇതാണ് ഏർലി ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡോക്ടർ, ഇന്ന് നമ്മുടെ ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൂടി വരുന്നത് ഓട്ടിസം പോലുള്ള അസുഖമാണ്. അപ്പോൾ അതിനുള്ള കാരണം എന്തായിരിക്കും? ഒന്നാമത് ഓട്ടിസം കൂടിയോ എന്നുള്ളത് നമ്മൾ തീർച്ചയാക്കണം. പലരും പറയും ഓട്ടിസം കൂടാൻ ഒരു കാരണം പണ്ട് നമ്മളിതെല്ലാം ബുദ്ധിമാന്ദ്യമെന്ന് പറഞ്ഞ് തള്ളുന്നതായിരുന്നു. ഇപ്പോൾ അത് ഓട്ടിസമാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു. രണ്ടാമത്തെ, ഓട്ടിസത്തിൻ്റെ പല സ്പെക്ട്രമുണ്ട്, വളരെ സ്മോൾ തൊട്ട് വളരെ സീരിയസ് ആയിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചിപ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാകുന്നു. നാച്ചുറലി നമ്പർ കൂടും. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെല്ലാം ശരിയാണെങ്കിലും ആത്യന്തികമായി ഓട്ടിസം ഇന്ന് ഒരുപാട് കൂടുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആൻസർ എന്തുവാണ്? ഓട്ടിസം കൂടുന്നുണ്ട്, ലോകമെമ്പാടും കൂടുന്നുണ്ട്. ഓക്കെ, അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മുടെ പുതിയ ജീവിതശൈലി, പ്രകൃതിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ജീവിതശൈലി. ഇപ്പോൾ നമ്മൾ ഗൾഫിൽ പോയി മലയാളി അവിടെ പോയി താമസിക്കുകയാണെങ്കിൽ ഇതാണ് അവൻ്റെ ലോകം. മേളോട്ട് നോക്കിയാലും വെള്ളഭിത്തി, സൈഡിലോട്ട് നോക്കിയാലും വെള്ളഭിത്തി, താഴോട്ട് നോക്കിയാലും ഇത് അല്ലേ? രാജകീയമായ ജീവിതമായിരിക്കും, പക്ഷെ അവന് സിമുലേറ്റ് ചെയ്യാൻ ഒന്നുമില്ല. ഇങ്ങനെ കിടന്നാൽ അത് കണ്ടുകൊണ്ട് കിടക്കും, ഇങ്ങനെ നോക്കിയാൽ ഈ വെള്ളം കാണും, ഒന്നുമില്ല. അതേ പണ്ടത്തെ കുഞ്ഞുങ്ങൾ ഏറ്റവും ചെറ്റക്കുടിലാണെന്ന് വിചാരിച്ചോ, അമ്മ തൊട്ടിലിട്ട് ആട്ടി എന്തെല്ലാം കാണിച്ചു പോകും. അവൻ അവിടുത്തെ ശബ്ദം, ഇവിടുത്തെ ശബ്ദം, കോഴിയുടെ ശബ്ദം, പട്ടിയുടെ ശബ്ദം, എന്തെല്ലാം മണ്ണിലിറങ്ങി കളിക്കാം, മണ്ണ് തിന്നാം. അതറിയാമോ? മണ്ണ് തിന്നുന്നതാണ് ലോകത്തെ ഏറ്റവും നല്ല കാര്യം. അതറിയാമോ? ഇല്ല. മണ്ണ് തിന്നില്ലെങ്കിൽ എന്ത് വരുമെന്ന് വെച്ചാൽ ആസ്മ ഏറ്റവും കൂടും. ഓസ്ട്രേലിയയാണ് ക്ലീനസ് രാജ്യം, ആസ്മ കൊണ്ടിരിക്കാൻ വയ്യ. എന്താണ്? മണ്ണിൽ കൂടാണ് നമ്മുടെ ബാക്ടീരിയ, ഭൂമിയിലുള്ള ബാക്ടീരിയ നമ്മുടെ വയറ്റിനകത്തും മണ്ണ് ഒരുപോലാണ്. എന്ന് വിചാരിച്ച് ടോയ്ലറ്റിനടുത്തുള്ള മണ്ണ് തിന്നണം എന്നല്ല, കിട്ടിയ? അതുകൊണ്ടാണ് ഉണ്ണിക്കണ്ണൻ തൊട്ട് എല്ലാവരും മണ്ണ് തിന്നുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് മണ്ണ് തിന്നാൻ ചാൻസ് ഇല്ല, എല്ലാം കോൺക്രീറ്റ് ബിൽഡിംഗ് അവിടെ തുടങ്ങുന്നു. അപ്പോൾ എന്താണ് ഓട്ടിസം? രണ്ടാമത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കാരണം നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ വയ്യെങ്കിലും 3 കാരണം നമുക്കറിയാം. ഒന്ന്, മൊബൈലിൻ്റെ യൂസ്. അത് കോവിഡ് ടൈമിൽ നമ്മൾ കണ്ടതാണ്. കോവിഡ് ടൈമിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നു, 2 അച്ഛനും അമ്മയ്ക്കും കോവിഡാണ്. ഒരു നിവൃത്തിയില്ല, കുഞ്ഞിനെ അകത്തെ മുറിയിട്ട് ജനലിൽ കൂടെ ആഹാരം കൊടുക്കും, ഇത് മൊബൈൽ ഇട്ട് കൊടുക്കും. 24 മണിക്കൂർ മൊബൈൽ ഓഫ് ചെയ്ത് അവൻ കരയും. അതുകൊണ്ട് മൊബൈൽ ഇട്ട് കൊടുത്തു. ഭയങ്കര ഓട്ടിസമായിട്ട് കൊണ്ടുവന്നു. പക്ഷേ അത് സ്ക്രീൻ ടൈം കൊണ്ട് വന്നതാണ്. 3 മാസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റി. അപ്പോൾ അത് ജനിച്ചപ്പോൾ നോർമലായിരിക്കും. അതാണ് അടുത്ത പ്രോബ്ലം. ഈ കുട്ടികളെല്ലാം നോർമലായിട്ടേ തോന്നത്തുള്ളൂ 1.5 വയസ്സ് വരെ. 1.5 വയസ്സാകുമ്പോഴാണ് പതുക്കെ പഴയതിൽ നിന്ന് മാറി പുറമോട്ട് പോയോ എന്ന് ചോദിച്ചാൽ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാതെ വരുന്നു.
അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ആരാ കണ്ടുപിടിക്കേണ്ട? അമ്മ. 2 മാസം ആകുമ്പോൾ മുഖത്ത് നോക്കി ചിരിച്ചില്ല, കണ്ണിൽ കുഴപ്പമുണ്ടോയെന്നറിയാം. 4 മാസം ആകുമ്പോൾ ഇരിക്കുകയാണെങ്കിൽ നമുക്കറിയാം അവൻ്റെ കൈകാലിലേക്ക് പിടുത്തമുണ്ടോ അതേ ഇങ്ങനെ തളർന്ന് കിടക്കുവാണോ. 8 മാസം ഇരുന്നില്ല നമുക്കറിയാം അവന് പ്രശ്നമുണ്ടോ ഇല്ലെന്ന്. 1 വയസ്സാകുമ്പോൾ നിന്നില്ല അറിയാം പ്രശ്നമുണ്ടോ. അതുപോലെ 18 മാസം 3 കാര്യം ശ്രദ്ധിച്ചാൽ മതി അമ്മ. അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നോ ചോദിക്കേ വേണ്ട. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ കണ്ണിൽ കണ്ടിൽ. ഞാൻ തമാശയായിട്ട് എപ്പോഴും പറയും, ക്ലാസ്സിലൊരാൺ, നിങ്ങൾക്കറിയാം +2 പഠിപ്പിക്കുന്നതല്ലേ, ക്ലാസ്സിലൊരു ആൺകുട്ടിയും പെൺകുട്ടിയും ഇരുന്ന് അവർ തമ്മിൽ സംസാരിക്കും നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷേ രണ്ടും തമ്മിൽ കലശലായ പ്രേമമായിരിക്കും. എങ്ങനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഐ കോണ്ടാക്ട് കൊണ്ട് മതിയോ? അപ്പോൾ അവർക്കറിയാം. നല്ല സ്മാർട്ട് ടീച്ചേഴ്സ് പിടിക്കും, വേറെ ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ അതാ നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് നമ്മൾ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ, കുട്ടിക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റിക്കുന്നു, അതാണ് കമ്മ്യൂണിക്കേഷൻ. ഒന്നാമത്തെ. രണ്ടാമത്തെ സോഷ്യലൈസേഷൻ, മറ്റു കുട്ടികളുമായിട്ട് സോഷ്യലൈസ് ചെയ്യാൻ, ഇടപെടാൻ. നമുക്ക് ഭാഗ്യത്തിൽ ഇന്ത്യക്ക് മാത്രം, ലോകത്തൊരു രാജ്യത്തും ഇല്ലാത്തൊരു വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നമുക്കുണ്ട്. എന്താണെന്നറിയാം? 10 പൈസ ചിലവില്ലാതെ സമപ്രായത്തിലുള്ള കുട്ടികളുമായിട്ട് കളിക്കാൻ അവസരമുള്ള ഒരു സാധനമുണ്ട് നമുക്ക്. എന്തോ അത്? പ്രീ സ്കൂൾ, അംഗനവാടി. പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ പലതും ഭയങ്കര ടൈ ഒക്കെ കെട്ടി ഇങ്ങനെ സ്റ്റിഫായിട്ടിരിക്കണം, അത് വേണം, ഇംഗ്ലീഷേ മൊഴിയാവൂ, വേറൊന്നും പറയരുത്. ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയണം. അതേസമയം അംഗൻവാടിയിൽ വരുമ്പോൾ തന്നെ ടീച്ചർ, അവർ ആദ്യം നോക്കുന്ന ടീച്ചറിൻ്റെ സാരി കൊള്ളാം, ടീച്ചറിൻ്റെ സാരി കൊള്ളാം, എന്തെല്ലാം നോക്കുമെന്നറിയാം. അത് കമൻറ്റ് ചെയ്യുകയും ചെയ്യും അവർ ടീച്ചറിനെ. അവരുടെ ജീവിതം, അമ്മ കഴിഞ്ഞാൽ അവരുടെ ജീവിതം ടീച്ചറാണ്, അംഗൻവാടി ടീച്ചറാണ്. അവരെ പറ്റി കമൻറ്റ് ചെയ്യും. ടീച്ചർ ഞാൻ ഇന്ന് വന്നപ്പോൾ അത് കണ്ടു, ഇത് കണ്ടു. അതേസമയം വലിയ സ്കൂളിൽ പോയാലോ കീപ് ക്വയറ്റ്, ചോദിക്കുമ്പോൾ പറഞ്ഞാൽ മതി. അങ്ങനെ ചോദിക്കുമ്പം പറയാൻ കുഞ്ഞുങ്ങൾക്ക് പറ്റുമോ? അപ്പം ഇതൊക്കെ അനുവദിക്കുന്ന അംഗൻവാടിയിലേ ഉള്ളൂ. പിന്നെ അവിടെ എന്താ നടക്കുന്നത്? എല്ലാ കുട്ടികളും ഒരുപോലെ കളിയും ചിരിയും. ആക്ഷൻ സോങ് ആണ്. പാട്ട് നമ്മൾ പഠിക്കുന്ന കണ്ടു പഠിക്കുന്നു, കേട്ട് പഠിക്കുന്നു, ചെയ്തു പഠിക്കുന്നു. ഇത് 3 ഉള്ള ആക്ഷൻ സോങ് അംഗൻവാടിയിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, പണ്ട് ഞാൻ ശ്രീത്രായിലേക്ക് ഒരു പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഞാൻ അവിടെ അല്ല റെഫർ ചെയ്യുന്നത്, എല്ലാത്തിനെയും റെഫർ ചെയ്യുന്ന അംഗൻവാടി. ലോകം കണ്ടിട്ടുള്ളതിലേക്ക് ഏറ്റവും വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ് അംഗൻവാടി എന്ന് പറയുന്നത്. ഇന്ന് അതിൻ്റെ 50ാമത്തെ വാർഷികം ഈ ഒക്ടോബർ 2 വരികയാണ്. അപ്പോൾ നമ്മളത് സെലിബ്രേറ്റ് ചെയ്യണം. ഓട്ടിസം മാനേജ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം അംഗൻവാടി. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ അംഗൻവാടി വിടുന്നത് സ്റ്റാറ്റസിന് കുറവാണെന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ പണ്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അവിടെ ചില വൃത്തിയും മെനയും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. നിങ്ങൾക്ക് വൃത്തിയേക്കാട്ടി ഇമ്പോർട്ടൻ്റ് എന്തുവാണ്? കുട്ടിയെ സ്നേഹിക്കുന്ന അത്. ഇത് പഠനം നടത്തിയിട്ട് ഞാൻ പറയുകയാണ്, എവിടെയാണെന്ന് പറയുന്നില്ല. കുറേ അംഗൻവാടിയും അതിൻ്റെ ചുറ്റുമുള്ള പ്രീ സ്കൂളും തമ്മിൽ ഞാൻ പഠിച്ചപ്പോൾ പ്രീ സ്കൂളുകളിൽ ഭൗതിക സാഹചര്യങ്ങൾ വളരെ മെച്ചമാണ്. പക്ഷേ ഈ ക്വാളിറ്റിയുള്ള അംഗൻവാടി ടീച്ചറിനെ പോലെ അങ്ങോട്ട് കുഞ്ഞുങ്ങളായിട്ട് ഇടപെടാൻ പറ്റിയ ടീച്ചേഴ്സ് അത്രയില്ല. ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, അത്രയും ഇല്ല. ഒക്കുമെങ്കിൽ അംഗൻവാടി തന്നെ വിടുക, അല്ലെങ്കിൽ മറ്റ് പ്ലേ സ്കൂളിൽ വിടുക. അപ്പോൾ അതൊരു വലിയ കൺസെപ്റ്റാണ്. മൂന്നാമത്തെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? നമ്മൾ വെറുതെ പോയി ഓട്ടിസം ഉണ്ടോ എന്ന് നോക്കുകയല്ല ആദ്യം ചെയ്യുന്നത്. TDSC എന്ന് പറഞ്ഞ് നമ്മുടെ ടെസ്റ്റ് ഉണ്ട്, അത് വെച്ചിട്ട് അത് വളരെ സിമ്പിളാണ്. ഇങ്ങനെ കുറേ വരകളുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ വയസ്സ് 18 മാസമാണ്, 18 മാസം ഇങ്ങനെ സ്കെയിൽ വെക്കുക. അതിൻ്റെ ഇടത്ത് വയസ്സ് തീരുന്ന ഐറ്റമൊക്കെ ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ ഡിലേ ആണ്. ക്രോസ് ചെയ്യാൻ ഇനിയും സമയമുണ്ട്. വളരെ സിമ്പിൾ, മനസ്സിലായില്ലേ? ഇതിനൊരു തമാശയുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് 35 കൊല്ലമായി. എൻ്റെ പീഡിയാട്രീഷ്യൻസ് പോലും അത് ഉപയോഗിക്കത്തില്ലായിരുന്നു. പിന്നെ അവരുടെയൊക്കെ ഞാൻ പിന്നെ ഒരു കാര്യം ട്രിക്ക് ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യണമെന്നറിയാം? നിങ്ങളുടെ മേശപ്പത്ത് ഗ്ലാസ് കാണുമല്ലോ, പച്ച വിരിയൊക്കെ വിരിച്ച് ഗ്ലാസ്സൊക്കെ, അതിൻ്റെ അടിയിൽ ഇത് വെച്ചേക്കണം. എന്നിട്ട് അമ്മ ചോദിക്കുക, എൻ്റെ കൊച്ചിങ്ങനെ ചെയ്യുന്നില്ല, നോർമലാണോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇരിക്കണം, വളരെ സീരിയസ് ആയിട്ട് എന്തോ വലിയ ആലോചിക്കല്ല, കണ്ണിട്ട് നോക്കുക അതിൻ്റെ വരയുടെ ഇപ്പുറത്താണോ അപ്പുറത്താണോ, എന്നിട്ട് ധൈര്യമായിട്ട് പറയുക. കിട്ടി. അതുപോലെ തന്നെ ലെസ്റ്റ് എന്ന് പറയും, ലാംഗ്വേജ് ഇവാലുവേഷൻ സ്കെയിൽ. അതും ഇതേപോലെ വര തന്നെ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെയ്യും. അത് കഴിഞ്ഞ് TABC, ട്രിവാൻഡ്രം ഓട്ടിസം ബിഹേവിയർ ചെക്ക് ലിസ്റ്റ്. എന്താണ് ട്രിവാൻഡ്രം ഓട്ടിസം ബിഹേവിയർ ചെക്ക് ലിസ്റ്റ്? ഇതൊരു ചെക്ക് ലിസ്റ്റേ ഉള്ളൂ. അതിനകത്ത് 5 ഡൊമൈനുണ്ട്. ആ ഡൊമൈനകത്ത് ഇത്ര ചോദ്യങ്ങളുണ്ട്. എന്നിട്ട് ഇതെന്തോ ചെയ്യുന്നത്? നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ, അമ്മ ഇത് കേൾക്കുമ്പോൾ ഞെട്ടും കരയും എന്നൊക്കെ പറഞ്ഞ്, അത് പണ്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ 5 സ്റ്റേജിൽ കൂടെ പോകും.
ഒന്ന് കേട്ട് കഴിഞ്ഞാൽ ആണോ ഇല്ല, അത് എൻ്റെ കുട്ടിക്ക് അതില്ല, അതെ ഡോക്ടർക്ക് തെറ്റിപ്പോയതാ എന്ന് പറഞ്ഞ് അടുത്ത ആളിൻ്റെ പോവും, അതിൻ്റെ അടുത്ത ആളിൻ്റെ പോവും, ഇങ്ങനെ നടക്കും. ഡിനേ. രണ്ടാമത്തെ എന്തുവാണ്? ദേഷ്യം. പറഞ്ഞ ആളിനോട് ദേഷ്യം, ദൈവത്തിനോട് ദേഷ്യം, കണ്ടവരോടൊക്കെ ദേഷ്യം, അല്ലേ? അത് കഴിയുമ്പോൾ മൂന്നാമത് എന്തോ ചെയ്യുമെന്നറിയോ? ഒരു വിധത്തിൽ സംഭവം ഉണ്ടെന്ന് മനസ്സിലാവുമ്പോൾ അവർ പിന്നെ ദൈവത്തിന് 101 മെഴുകുതിരി, 101 തേങ്ങ, 101 ഇത് അടിച്ചു തുടങ്ങും. എന്നാലും വേണ്ട കാര്യം ചെയ്യത്തില്ല, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യത്തില്ല, ഇത് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ കാലതാമസം വന്നു. അല്ല, അമ്മയ്ക്ക് ഡിപ്രഷനിലേക്ക് പോകും. പിന്നെ 6 മാസം ഡിപ്രഷൻ കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ചികിത്സ വരുമ്പോഴത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പം അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്, ഞാൻ ഡെവലപ്മെൻറ്റൽ തെറാപ്പിസ്റ്റിനെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരാണിത് ചെയ്യുന്നത്. അവർ അമ്മയുടെ അടുക്ക ഓരോ ചോദ്യം ചോദിച്ച് ശരിയോ തെറ്റോ ടിക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ അടുക്ക അത് കൊണ്ടുവരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം സാധാരണ ഇങ്ങനെയാണ് ചോദിക്കുന്നത്: ഇത്രയൊക്കെ ഉണ്ടായിരുന്നോ? നിങ്ങളുടെ സ്നേഹം കൊണ്ട് ചുമ്മാ ടിക്ക് ചെയ്തായിരിക്കും, ഇല്ലെന്ന് ചോദിച്ചാൽ അല്ല സാർ ശരിയാണോ? ഇതൊക്കെ പ്രോബ്ലം ഉണ്ടോ? എന്തോ അവിടെ ചെയ്യുന്നത്? അമ്മയെക്കൊണ്ട് പിന്നെയും പറയിപ്പിക്കുക, ഈ പ്രോബ്ലം എന്തൊക്കെയായിരുന്നു പ്രോബ്ലം ഒന്ന് കാണിച്ച്, അമ്മയൊന്ന് കാണിച്ച്, ഇതിൽ ഏതൊക്കെയാണ് അവർ ടിക്ക് ചെയ്ത് ശരിയാണോ എന്ന് നോക്കട്ടെ. ആണ്. അപ്പോൾ ഓരോന്ന് അവർ പറയും ഇതില്ല. അപ്പോൾ എന്തു പറ്റി? ആദ്യമേ കയറി ഡയഗ്നോസ് ഒന്നും നമ്മൾ പറഞ്ഞില്ല. എന്നിട്ട് പിന്നെ ചോദിക്കുന്നത് അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടോ? ഉണ്ട് സാറേ. തുടങ്ങിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പറയും വെറും സ്പീച്ച് പ്രോബ്ലം ആണോ, ഇതാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതാണ് പ്രോബ്ലംസ് എന്ന് അവർ തന്നെ പറഞ്ഞു കൊടുക്കും. പിള്ളേരുമായിട്ട് കളിക്കുമോ എന്ന് ചോദിച്ചാൽ ചുമ്മാ അതിന്ന് കൊട്ടിക്കൊണ്ടിരിക്കും. ഞാൻ വിചാരിച്ചത് വലിയ കളിയാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കളിയല്ല, കണഗുണ ചെയ്തുകൊണ്ടിരിക്കുക. കണഗുണ വേറെ ഒരു വാക്ക് മലയാളത്തിലില്ല. കണഗുണ എന്ന് പറഞ്ഞാൽ ഒരു ഉപയോഗമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ശരിയാ? മനസ്സിലായി. അത് കഴിയുമ്പോൾ പക്ഷെ അത് പിള്ളേരുടെ ഒരു കളിയായിട്ട് പാരന്റ്സ് അങ്ങ് എടുക്കുകയാണ്. അത് തെറ്റിപ്പോകുന്ന തെറ്റാണ്. കുസൃതി അല്ലത്. അവൻ ചെയ്യുന്നതിന് പർപ്പസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. പർപ്പസ് ഇല്ലാതെ ചെന്ന് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉപയോഗം. ചെറിയ പ്രായത്തിൽ കുട്ടികൾ എന്ത് ചെയ്താലും അച്ഛനും അമ്മയ്ക്കും അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ ഇത് നോക്കണം. പക്ഷെ അത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ കണ്ണി നോക്കത്തില്ല. അവോയ്ഡ് ചെയ്യും. ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കും. പിന്നെ ചില സെൻസറി പ്രോബ്ലംസ്. എന്തുവാണത്? വിളിച്ചാൽ ശ്രദ്ധിക്കുന്നില്ല. അവന് ഇഷ്ടമുണ്ടേ കേൾക്കും, അല്ലെ കേൾക്കത്തില്ല. അല്ല ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ കുറേ കഴിയുമ്പോൾ ആ ചോദ്യം തിരിച്ച് നമ്മളോട് ചോദിക്കും, എക്കോല്ല അല്ലേ എന്ന് പറയും. ഇങ്ങനെ കുറേ. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, ഇതിനെക്കാട്ടിലൊക്കെ ഇമ്പോർട്ടൻ്റ് അമ്മയ്ക്ക് തോന്നുന്നു അവൻ അവൻ്റേതായ ലോകത്ത് കിടന്ന് കറങ്ങുകയാണ്. ചിലപ്പോൾ അങ്ങനെ അവന് നമ്മളുമായിട്ടൊരു ബന്ധമില്ല, നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, ഒന്നുമില്ല. അവൻ അവൻ്റേതായ ലോകം. അവനെന്ന് പറയാൻ കാര്യം 4 ഇരട്ടി ആൺകുട്ടികളിലാണ്. 4 ഇരട്ടി ആൺകുട്ടികളിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തോ ചെയ്യണം? ഈ ടെസ്റ്റ് ചെയ്തു. അടുത്ത നമ്മൾ പറയും ഇത് ഞാൻ ഉണ്ടാക്കിയ ടെസ്റ്റ് തന്നെ ഇത്. അത് ഞാൻ അമേരിക്കൻ ടെസ്റ്റുമായിട്ട് വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്. 99% നെഗറ്റീവ് പ്രെഡിക്റ്റീവ് വാല്യൂ എന്ന് വെച്ചാൽ 100 എണ്ണം ചെയ്താൽ 99 ഒരേ റിസൾട്ടായിരിക്കും, വ്യത്യാസം ഒരെണ്ണത്തിലേ വരത്തുള്ളൂ, വിട്ടേക്കും. പക്ഷെ എന്നാലും അവരെ ഒന്നുകൂടെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഒരു അമേരിക്കൻ ടൂൾ ഉപയോഗിക്കും. നമുക്ക് സായിപ്പിൻ്റെ ഇല്ലെങ്കിൽ നമുക്കൊരു വിശ്വാസം പോലെ, നമ്മളിൽ തന്നെ നമുക്ക് വിശ്വാസമില്ല. അപ്പോൾ സായിപ്പിൻ്റെ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മളത് കാണിക്കും. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും അതിനകത്ത് ഇത് തന്നെ ഗൗരവമായ ഉണ്ടെന്ന് പറയും. പിന്നെ ചോദിക്കും അപ്പോൾ പ്രശ്നം ഉണ്ടില്ലേ? ഉണ്ട്. എന്താ വായിക്കാം? അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? അത് സാറിനല്ലേ അറിയാമെന്ന്. എനിക്ക് എങ്ങനെ അറിയാമെന്ന്? എനിക്കറിയാമായിരിക്കും, പക്ഷെ എന്നാലും അമ്മയ്ക്ക് എന്ത് തോന്നുന്നു? പതുക്കെ പറയും സാർ ഓട്ടിസം ആണോ എന്ന് ചോദിക്കും. ഇങ്ങോട്ട് ചോദിക്കും. മനസ്സിലായോ? ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കും. ആരെങ്കിലും പറഞ്ഞോ അങ്ങനെ? മറ്റേ ഡോക്ടർ പറഞ്ഞപ്പോൾ ഇങ്ങനെ സംശയം പറഞ്ഞു. പതുക്കെ അവർ അക്സെപ്റ്റ് ചെയ്യും. ആരും കരയാൻ നോക്കത്തില്ല. ചെല്ലുന്ന കരയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കരയണ്ടെന്ന് പറയണോ? കരഞ്ഞ വിഷമം തീർക്കട്ടെ. അല്ല, കരയണം. സ്വന്തം കുഞ്ഞിനൊരു കാര്യമായ അസുഖമുള്ളപ്പോൾ ഞാൻ കരയാൻ പറ്റുമോ? അമ്മയല്ലേ കരയാൻ പറ്റൂ. അമ്മ കരഞ്ഞു, എനിക്കൊരു പ്രശ്നവുമില്ല. കരയുന്നത് നമ്മുടെ അവകാശമാണ്. സ്വന്തം കുഞ്ഞിന് വേണ്ടി കരയുന്നത് നമ്മുടെ അവകാശമാണ്. കരഞ്ഞോ എന്ന് പറയും. പക്ഷേ അപ്പം ഞാൻ 5 സ്റ്റേജ് പറയും. ഇതെല്ലാം ചെയ്യാൻ 1 കൊല്ലം വേസ്റ്റ് ചെയ്യത്തില്ലേ? അത് പറ്റൂല. 6 മാസം നമ്മൾ കൊടുക്കുന്നത് ഇനി 6 ദിവസം കൊണ്ട് ശരിയാക്കണം. അടുത്ത തിങ്കളാഴ്ച വരുമ്പോൾ ഈ 5 സ്റ്റേജും കഴിഞ്ഞായിരിക്കണം വരേണ്ടത്. കരഞ്ഞാൽ എനിക്ക് വിരോധമില്ല, നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടാൽ എനിക്ക് വിരോധമില്ല, അല്ല നിങ്ങൾ ദൈവത്തിന് ഇത് കൊടുത്താൽ എനിക്ക് വിരോധമില്ല, നിങ്ങൾ ഇച്ചിരി ഒരു ഡിപ്രഷൻ പോലെ തോന്നിയാൽ കുഴപ്പമില്ല. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത ആഴ്ച വരുമ്പോൾ എങ്ങനെ ഇരിക്കണം? നിങ്ങൾ ഇപ്പോഴത്തെ
ഇത് അങ്ങനെ ഇരുന്നാൽ പോരാ, നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് വരണം. അതെന്തിനാ സാറേ ഡ്രസ്സ് ചെയ്യുന്നത്? നിങ്ങൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്താലേ ലിപ്സ്റ്റിക് ഇടാത്ത ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വന്നോ. കാണുന്നവർ വിചാരിക്കാൻ എന്തോ ലോട്ടറി അടിച്ചെന്ന് വിചാരിക്കണം. എന്നാലേ നിങ്ങളുടെ മാനസികാരോഗ്യം വരുത്തുള്ളൂ. അല്ലാതെ എനിക്ക് എന്തോ പറ്റിപ്പോയി എന്നും പറഞ്ഞ് വരരുത്. കാരണം നിങ്ങളാണ് ഇനി ഈ കുഞ്ഞിനെ നോക്കേണ്ടത്. നിങ്ങളുടെ മാനസികാരോഗ്യം ഇമ്പോർട്ടൻറ്റ്. പ്ലെയിനിൽ പോകുമ്പോൾ ഓക്സിജൻ കുറഞ്ഞാൽ അവർ പറയും മാസ്ക് എടുത്ത് നമ്മൾ വെക്കണം, കുഞ്ഞിന് പിന്നെ വെക്കാവുന്നു. ആദ്യം വിചാരിച്ചത് എന്തൊരു വട്ടാണ്, കുഞ്ഞിനല്ലേ ആദ്യം വെക്കണ്ടേ? അല്ല, അമ്മയ്ക്ക് ജീവനുണ്ടെങ്കിലേ കുഞ്ഞിനെ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അമ്മയുടെ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. കിട്ടിയാ? അപ്പം ഇത് നമ്മൾ പറഞ്ഞു കഴിയുമ്പം അവർ അക്സെപ്റ്റഡ് ആവും. അപ്പം ഇത് മാത്രം മതിയോ? ഉടനെ തെറാപ്പി തുടങ്ങണം. എന്തുവാ തെറാപ്പി? ഡെവലപ്മെൻറ്റൽ തെറാപ്പി എന്ന് പറയും. അതിന് 2 ഭാഗമുണ്ട്. ഒന്ന് ഗ്രൂപ്പ് തെറാപ്പി, മറ്റേത് ഇൻഡിവിജ്വൽ തെറാപ്പി. ഇൻഡിവിജ്വൽ തെറാപ്പി നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന കുട്ടിയുടെ സ്പെസിഫിക് പ്രോബ്ലത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഗ്രൂപ്പ് തെറാപ്പിയാണ് നമുക്ക് കുറച്ചുകൂടെ ആവശ്യം. എന്താ ഗ്രൂപ്പ് തെറാപ്പി എന്ന് പറഞ്ഞാൽ, ഇതുപോലെ മറ്റ് അസുഖമുള്ള കുട്ടികൾ അല്ല, ഇതേ ഗ്രൂപ്പുള്ള 8-10 കുട്ടികളെ ഒന്നിച്ച് വിളിക്കും. ആഴ്ച 2 ദിവസം ക്ലിനിക്ക് നടത്തും നമ്മൾ. എന്നിട്ട് അവർ വരുമ്പോൾ എല്ലാവരും നമസ്തേ പറയണം. ഈ കുട്ടികൾ പറയുമോ? പറയത്തില്ല. ഏജ് ഗ്രൂപ്പ് എല്ലാ 6 വയസ്സിന് താഴെയുള്ളത് നമസ്തേ പറയാൻ പറഞ്ഞാൽ എല്ലാവരും പറയത്തില്ല. ആദ്യത്തെ 2-3 മാസം പറയത്തില്ല. പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്ന കാണുമ്പം കോപ്പി ചെയ്യും. മിണ്ടായി അനങ്ങാതെ എല്ലാവരും പ്രാർത്ഥനയുണ്ട്, എന്തെങ്കിലും പ്രാർത്ഥിച്ചോ. റിലീജിയസ് നോക്കണ്ട. ഇത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ റിലീജിയസേ അല്ല. കുട്ടികൾക്ക് സ്കൂൾ റൊട്ടീൻ പഠിപ്പിക്കാനാണ്. നാളെ സ്കൂളിൽ പോകുമ്പം ഇതുണ്ട്. അത് കഴിഞ്ഞ് അറ്റൻഡൻസ് എടുക്കത്തില്ലേ, അപ്പോൾ കുഞ്ഞിൻ്റെ പേര് വിളിക്കും. ഐഡന്റിഫൈ ചെയ്യണം. അവൻ സ്വയം ഇതൊന്നും ഒരു ദിവസം കൊണ്ട് നടക്കത്തില്ല. 3 മാസം എടുക്കും, 6 മാസം എടുക്കാം. പക്ഷെ അവൻ ചെയ്തിരിക്കും. മനസ്സിലായി? അത് കഴിഞ്ഞ് ഒരുപാട് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിൽ ഏറ്റവും ഈ ബബിൾസ് ഇങ്ങനെ മേളോട്ടിട്ട് കഴിഞ്ഞാൽ അതിനെ പിടിക്കാൻ നടക്കും എല്ലാവരും. അപ്പോൾ അവരൊന്ന് ഉണരും, ആക്റ്റീവ് ആവും. സൈക്കിള്, തള്ളാനുള്ള സൈക്കിള്, മറ്റേത് ഈ ശബ്ദം ഉണ്ടാക്കുന്ന പാവുകൾ, എന്തെങ്കിലും ചെയ്യാം. പിന്നെ 3-4 അമ്മമാർ ഒന്നിച്ച് ചുറ്റുമിരുന്ന് കുഞ്ഞിനെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കളി. അത് കഴിഞ്ഞ് ടീ ബ്രേക്ക്. അപ്പോൾ ആഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പഠിക്കും അവർ. എടുത്ത് മറ്റേ കുട്ടിക്ക് കൊടുക്കുക. ഇതൊന്നും എളുപ്പമല്ല, ഒരു ദിവസം കൊണ്ട് നടക്കത്തില്ല. പക്ഷേ നടക്കും, സമയമെടുത്ത് നടക്കും. അല്ല, ഒരു അഡ്വർടൈസ്മെന്റ് പറയത്തില്ല ഇത് മറ്റേ ഇതിന് പകരം, പേര് പറയുന്നില്ല, സിഗരറ്റിന് പകരം ഒരു സാധനം തിന്നാൽ ഒരു ദിവസം കൊണ്ട് നടക്കത്തില്ല, പക്ഷെ ഒരു ദിവസം നടക്കുമെന്ന് പറയത്തില്ല. അതേ പോളിസി ഇവിടെ. അപ്പം അത് കഴിഞ്ഞ് എന്തുവാണ്, ഇതൊരു 6 മാസം ചെയ്ത് കഴിഞ്ഞാൽ ഫലം ഉണ്ടാവുമോ ഇല്ലയോ? ഫലം ഉണ്ടാവും. ഉണ്ടെന്ന് പബ്ലിഷ് ചെയ്യാൻ നമ്മൾ അയച്ചേക്കുവാണ്. ഇപ്പം 2 മാസം അത് ഏറ്റവും വലിയ ജേർണലിൽ പബ്ലിഷ് ചെയ്ത് വരും. അതായത് 6 മാസത്തെ ഈ തെറാപ്പി കൊണ്ട് നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ എല്ലാ ഏരിയയിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അത് ഇന്ത്യൻ ടൂൾ വെച്ചും അമേരിക്കൻ ടൂൾ വെച്ചും. പിന്നെ ആർക്കും ഇതിനെപ്പറ്റി സംശയമില്ല. അതിൻ്റെ കൂടെ ചില കുട്ടികൾക്ക് വേറെ പ്രോബ്ലം ഉണ്ട്. അവർക്ക് സ്പീച്ച് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഉടനെ സ്പീച്ച് തെറാപ്പി വിടുകയല്ല നമ്മൾ ചെയ്യുന്നത്. അവിടെ ഏർലി ലാംഗ്വേജ് സ്റ്റിമുലേഷൻ, അത് 10 പോയിൻ്റ് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഏർലി ലാംഗ്വേജ് സ്റ്റിമുലേഷൻ കൊടുത്താൽ ഒരു പ്രത്യേക സ്കെയിൽ വെച്ച്, അമേരിക്കൻ ടൂളാണ്, അത് വെച്ച് 10 പോയിൻ്റ് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു തെറാപ്പിസ്റ്റ് അതായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. സ്പീച്ച് പ്രോബ്ലം ഉള്ളവർക്ക് അതിൽ ഫോക്കസ് ചെയ്യും. വേറെ കുറേക്ക് ഹൈപ്പർ ആക്ടിവിറ്റിയാണ്, ബഹളമാണ്. അവർക്ക് ADHD എന്ന് പറയും, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ക്ലിനിക്കും ഉണ്ട്, അതിൻ്റെ ഗ്രൂപ്പ് തെറാപ്പി ഉണ്ട്. മനസ്സിലായില്ലേ? അങ്ങോട്ട് നമ്മൾ വിടും. അപ്പോൾ അവിടെ വേറെ കുറേ ആക്ടിവിറ്റീസ് ഇങ്ങനെ വരും. അപ്പോൾ ഗ്രൂപ്പ് തെറാപ്പിയായി കിട്ടി. വേറെ ചിലർക്ക് അതിനേക്കാട്ട് സീരിയസ് ആയിട്ട് വേറൊരു പ്രോബ്ലം ഉണ്ട്, സെൻസറി പ്രോബ്ലംസ്. എന്തോ സെൻസറി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വിളിച്ചാലും തൊട്ടാലും അല്ല, അതല്ല. 5 നമുക്ക് ബോഡിയിൽ 5 സെൻസ് ഉണ്ടല്ലോ, അത് പഞ്ചേന്ദ്രിയങ്ങൾ ശരിക്കും വർക്ക് ചെയ്യത്തില്ല. അവർക്കൊന്നിൽ ഹൈപ്പോ ആയിരിക്കും, അല്ലെ ഹൈപ്പർ ആവും. ഇപ്പം മിക്സിയുടെ സൗണ്ട് കേട്ട ഉടൻ ചെവി അടയ്ക്കും. ഇന്നൊരു കുട്ടിയെ കണ്ടു വന്നോണ്ട് ഞാൻ ഹലോ എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഹലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ ചെവി അടയ്ക്കുന്നു. അവന് നമ്മൾക്ക് പറയുന്ന ടോൺ അവന് വലിയ കൂടിയതാണ്. മനസ്സിലായി? ചിലർക്ക് വെടി പൊട്ടിച്ചാലും ഒന്നുമില്ല, ഹൈപ്പോ. ചിലർ സെൻസറി സീക്കിംഗ് ആണ്, ആരെ കണ്ടാലും കെട്ടിപ്പിടിക്കണം. ചിലർക്ക് തൊടുന്ന ഇഷ്ടമല്ല, ഈ ഉടുപ്പ് തന്നെ ഇഷ്ടമല്ല. ഉടുപ്പ് ദേഹത്ത്
ഇങ്ങനെ ഒരയുമ്പോൾ അവന് ഭയങ്കര ദേഷ്യം വരും. മനസ്സിലായോ? അപ്പം അങ്ങനെ ഓരോ സെൻസറിയും സ്മെല്ല് വലിയ കഷ്ടമാണ്. എൻ്റെ കൊച്ചുമോളുണ്ട്, അവൾ ഇടയ്ക്ക് എൻ്റെ അടുക്ക് വന്ന് അപ്പൂപ്പനെ നാറുന്നെന്ന് പറഞ്ഞു. ഞാൻ ആകപ്പാടായിപ്പോയി. എല്ലാവരുടെയും മുമ്പ് വെച്ച് അപ്പൂപ്പനെ നാറുന്ന. പിന്നെ എനിക്ക് മനസ്സിലായി എന്തോ അവൾക്കുള്ളത്, സെൻസ് ഭയങ്കര സ്ട്രോങ് ആണ്. മനസ്സിലായി? നമ്മൾ വൈകിട്ട് വരുമ്പോൾ എത്ര ആഴ്ച വേഗത്തിരിക്കത്തില്ല, അതാണ് അവൾ പറയുന്നത് നാറുന്നെന്ന് പറയുന്നത്. അത് ഓട്ടിസമൊന്നും അല്ല, പക്ഷേ ഇച്ചിരി സ്മെൽ സെൻസ് ചിലർക്ക് കൂടുതലാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര ചില സ്മെല്ല് അങ്ങോട്ട് ഒരു വിധത്തിൽ സഹിക്കത്തില്ല, ഓടും അവരവിടുന്ന്. ചില പെർഫ്യൂം പറ്റത്തില്ല, അമ്മയ്ക്ക് പെർഫ്യൂം ഇടാൻ പറ്റത്തില്ല, ഇട്ട ബഹളം ഉണ്ടാക്കും. എന്നാൽ ചിലർക്ക് എന്തോ ഉണ്ട്, ഒരേ കാര്യം തന്നെ, അമ്മ ഒരു ഡ്രസ്സ് ഇട്ടാൽ അടുത്ത തവണ അതേ ഡ്രസ്സ് ഇടണം. അത് വേറൊരു പ്രോബ്ലമാണ്. പണ്ടൊരു മോഹൻലാലിൻ്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നു, അതിനകത്ത് ചുമന്ന ടൈ ഒക്കെ കെട്ടി ഉർവശിയായിരുന്നു നായിക. പണ്ടത്തെ ഏതോ ഒരു സിനിമ ഉണ്ടായിരുന്നു. ഷൂ കൊണ്ടുവച്ചാൽ ഇങ്ങനെ വെക്കും, അത് സ്വല്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല, ഉടുപ്പിട്ടാൽ ഒരു ചുളുക്ക് വരാൻ പാടില്ല, അങ്ങനെയൊക്കെ. അതും ഇതിൻ്റെ ചില ലക്ഷണങ്ങളാണ്. മനസ്സിലായോ? അഡൽട്ടിലും ഉണ്ടാവും ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ലാംഗ്വേജ് സ്റ്റിമുലേഷൻ കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറയും, തെറാപ്പി കൊണ്ട് നമുക്ക് ഈ ഓട്ടിസം കുറയ്ക്കാൻ പറ്റുമെന്ന് പറയും. ഇതൊന്നും ചെയ്യാതെ ചുമ്മാതെ പോയിട്ട് നമ്മൾ കുറേ തെറാപ്പി എന്ന് പറഞ്ഞാൽ അത് ലക്ഷ്യമില്ലാതെ വെടിവെക്കുന്നതിന് തുല്യമാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ആരും മോശമാണെന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ ഒരാൾ വന്ന് ചോദിക്കും, സാറേ ഇതിന് പോട്ടോ എന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പോകാൻ ഞാൻ പറയും. എന്തുകൊണ്ടാണ്? ആരെന്ത് ചെയ്താലും ഇവർക്ക് ഗുണമേ വരത്തുള്ളൂ. പക്ഷെ അതാണോ ട്രീറ്റ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ അതല്ല. വ്യത്യാസമുണ്ട്. ആരോടെയും നമുക്ക് ഒരു പ്രശ്നവുമില്ല, തെറ്റാണെന്ന് ഇതില്ല. നമ്മൾ ഇത് പറയും, എൻ്റെ അടുക്കെ ചിലർ വന്ന് ചോദിക്കും. അപ്പോൾ അവരെ എങ്ങനെ പറഞ്ഞാലും കൺവിൻസ് ചെയ്യില്ല. ഞാൻ പറയും, നിങ്ങൾക്കൊരു ന്യൂറോ പ്രോബ്ലം ഉണ്ടെങ്കിൽ എവിടെ പോകണം? ചിത്രായി പോകണം. ഈ പൊടിക്കുഞ്ഞിനെയും കൊണ്ട് ചിത്രായി പോയാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. വ്യത്യാസം എന്തോ വ്യത്യാസം? പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് തന്നെ കാണണം. ചിത്രയിലാകെ ഒരാളോ മറ്റേ ഉള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് ചിത്ര മോശമാണെന്നാണോ പറഞ്ഞത്? എനിക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ ഞാൻ പോകത്തുള്ളൂ. കാരണം അവർ അഡൽട്ട് ഫോക്കസ് ആണ്, നമ്മൾ എന്ത് ഫോക്കസ് ആണ്? സ്മോൾ ബേബി ഫോക്കസ് ആണ്. 2-3 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്താൽ നമ്മൾ 6 വയസ്സ് വരെ കാണാം, അഡൽട്ട് വലിയ കുട്ടിയെയും കാണുമായിരിക്കും. പക്ഷെ നമ്മുടെ ഫോക്കസ്, അതിന് നമ്മൾ പറയുന്ന കോർ കോമ്പിറ്റൻസി. മാനേജ്മെൻ്റ് ഒരു വാക്കുണ്ട്, കോർ കോമ്പിറ്റൻസി. എന്തോ എവരുടെ കോർ കോമ്പിറ്റൻസി എന്ന് പറയുന്ന ആദ്യത്തെ 2 വയസ്സ് വരെയുള്ള കുട്ടികളെ ഒന്നാന്തരമായിട്ട് നോക്കാനാണ്. അപ്പോൾ കുട്ടിയുടെ ഓരോ ഭാവങ്ങൾ, ഞാൻ പിന്നെ കൗൺസിലിംഗ് പറയുമ്പോൾ ഞാൻ പറയാം, സൈക്കോളജി പറയുമ്പോൾ പറയാം, സൈക്കോളജിസ്റ്റ് ഒരു ഡയഗ്നോസും ചെയ്യുന്നത് വലിയ ടെസ്റ്റൊന്നും ചെയ്തല്ല. നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പതുക്കെ ഇങ്ങനെ ചോദിക്കും, ഇങ്ങനല്ലേ, ഇങ്ങനെയാണ്. കുറേ കഴിയുമ്പോൾ സാർ ഇതൊക്കെ എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിക്കും. നമുക്കറിയാം, ക്ലൂ കിട്ടും എന്ന് പറഞ്ഞ പോലെ ആ ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിലേ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ. കിട്ടിയാ? ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഓട്ടിസം. ഓട്ടിസത്തിൻ്റെ കൂടെ ADHD വരാം, അതിൻ്റെ കൂടെ വേറെ എന്ത് വരുമെന്ന് ഞാൻ പറഞ്ഞ സ്പീച്ച് പ്രോബ്ലം വരാം. ഇനി ശരിക്കുള്ള സ്പീച്ച് പ്രോബ്ലം ആണെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് തന്നെ ട്രീറ്റ് ചെയ്യണം, ഒരു സംശയവുമില്ല. സ്പീച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ? സോഡ എറർ എന്ന് നമ്മൾ പറയും. സാധാരണക്കാർക്ക് മനസ്സിലാകാവുന്ന സോഡ എറർ. സോഡ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഒരു വാക്ക് നമ്മൾ പറയുന്നിടയ്ക്ക് ഒരു ഭാഗം ഒമിറ്റ് ചെയ്യും, ഒമിഷൻ, ഡിലീഷൻ ചെയ്യും. വാക്ക് കിട്ടാത്തതാണ് അല്ല, വാക്കിൻ്റെ ഭാഗം. ഉദാഹരണത്തിന് ഇപ്പം ബീഹാറിലുള്ള ഒരു സ്കൂൾ എന്നുള്ള സ്കൂൾ എന്ന് പറയും, അത് അഡീഷനാണ്. വെറും സ്കൂൾ എന്ന് പറയത്തില്ല, സ്കൂൾ എന്ന് പറയും. ചില വാക്ക് പറയുമ്പോൾ ആ ഭാഗം ഡിലീറ്റ് ചെയ്ത് അത് ടീച്ചേഴ്സിന് അറിയാതെ, വലിയ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ അറിയത്തില്ല, കൊച്ചു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ അറിയാം, അവരങ്ങനെ പറയത്തുള്ളൂ. സോഡ എറർ എന്തൊക്കെയാണ്? സബ്സ്റ്റിറ്റ്യൂഷൻ, ഒമിഷൻ, ഡെലീഷൻ ആൻഡ് അഡീഷൻ. ഈ എറർ ഉണ്ട്, അല്ലെ സംസാരിക്കാൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി സ്പീച്ച് തെറാപ്പിസ്റ്റാണ്, ഒരു സംശയമില്ല. അവരാണ് അതിൻ്റെ എക്സ്പേർട്ട്, അവരെ തന്നെ കാണിക്കണം. ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഏത് വയസ്സിൽ അറിയാൻ പറ്റും ഈ കുട്ടിക്ക് സ്പീച്ചിൻ്റെ പ്രശ്നം ഉണ്ടെന്നുള്ളത്? കമ്മ്യൂണിക്കേഷൻ എല്ലാത്തിനും. അമ്മയ്ക്കൊരു സംശയം തോന്നിയാൽ ഞാൻ പറഞ്ഞ ലാംഗ്വേജ് ഇവാലുവേഷൻ സ്കെയിൽ വേണ്ട ഒന്ന് നോക്കിയാൽ മതി, ഏതൊക്കെ ഐറ്റം ഡിലേ എന്ന് പറഞ്ഞാൽ അറിയാം. ഞാൻ പറയുന്നത് സാധാരണ ഒരു കുട്ടി സംസാരിച്ച് തുടങ്ങുന്ന പ്രായം എത്രയായിരിക്കും? അമ്മ, ഇതൊക്കെ വെറും മണ്ടത്തരങ്ങളാണ്. നമ്മൾ ഇത് വെച്ചുകൊണ്ട് ഒരിക്കലും ചെയ്യരുത്. ഞാൻ പറയാം, ഇനി ഒരു തമാശ ഞാൻ പറയാം.
ഈ പണ്ട് ഞാൻ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ ചോദിക്കും, കൊച്ചപ്പം ഇങ്ങനെ നടക്കും, കൊച്ചപ്പം ഇങ്ങനെ ചെയ്യും, കൊച്ചെങ്ങനെ ചെയ്യും. ഞാൻ പറയും എനിക്കിതൊന്നും ഓർക്കാൻ വയ്യ, പോ. പക്ഷേ വീട്ടിൽ അമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ പറയുന്ന കേൾക്കാമല്ലോ, അത് ആവറേജ് ആണ്, അതൊരു കുട്ടിക്ക് ബാധകമല്ല. അത് മനസ്സിലാക്കുക, മനസ്സിലായോ? അപ്പം ഞാൻ പറയും, ഞാൻ എന്തുകൊണ്ട് ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻ ആയെന്ന് പറഞ്ഞ് ഇനി ആർക്കും എന്നോട് ഈ ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ചോദിച്ചാൽ ഞാൻ എന്താ പറയും, വെൽ ഇറ്റ് ഡിപ്പെൻസ് എന്ന് പറഞ്ഞാൽ ഉഴപ്പാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഈ സ്കെയിലെടുത്ത് നോക്കിയാൽ, ഞാൻ നോക്കിയാലും, എൻ്റെ സ്റ്റുഡൻറ്റ് നോക്കിയാലും, എൻ്റെ ടീച്ചർ നോക്കിയാലും, നിങ്ങൾ നോക്കിയാലും, അമ്മ നോക്കിയാലും ഒരേ റിസൾട്ട് വരും. അപ്പോൾ ഈ സ്കെയില് ഇൻ്റർനാഷണൽ സ്കെയിലുമായിട്ട് തട്ടിച്ച് നോക്കിയിട്ടുണ്ട്. സ്പീച്ചിന് ലെസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ടൂളുമായിട്ട് ഇത് വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്. TABC വലിയ ടൂളുമായിട്ട് വാലിഡേറ്റ്, കാർസ് എന്ന് പറയും, ചൈൽഡ്ഹുഡ് ഓട്ടിസം റേറ്റിംഗ് സ്കെയിൽ, അതുമായിട്ട് തട്ടിച്ച് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ പബ്ലിഷ് എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പേപ്പർ അയച്ചാൽ 6 മാസം 1 കൊല്ലം അവൻ വെച്ച് ഇങ്ങനെ 3-4 പേര് അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ഇത് ശരിയാണോ ഇത് ശരിയാണോ ചോദിക്കും. അതിൻ്റെ അർത്ഥം 3-4 എക്സ്പേർട്ടെങ്കിലും ചെക്ക് ചെയ്ത് എഗ്രി ചെയ്യുന്ന കാര്യം, എന്നാലേ അവർ പബ്ലിഷ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഓരോ കാര്യം പബ്ലിഷ് ചെയ്തുണ്ടോ ഇല്ലയോ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഡിലേ എത്ര ഉണ്ടാവും, ഇവിടെ കേരളത്തിൽ എത്ര ഡിലേ കാണും? ഒരു ഗസ് പറ, എത്ര ശതമാനം കാണും ഡെവലപ്മെൻറ്റ് ഡിലേ? ഇന്നത്തെ കാലത്ത് കൂടുതലായിരിക്കില്ലേ? അതൊന്നും കേൾക്കണ്ട, എത്ര ഉണ്ട് കണക്കറിയണം നമുക്ക്. ഈ അംഗൻവാടി ഏരിയയിലുള്ള 100% കുട്ടികളെ കേരളം മുഴുവൻ എടുക്കണമെങ്കിൽ കേരളം മുഴുവൻ നമുക്ക് ഓടി ഇറക്കാനൊക്കത്തില്ല. അപ്പോൾ എല്ലാ സ്ഥലത്തു നിന്നും ഓരോ ICDS ബ്ലോക്കിൽ നിന്ന് ഒരു അംഗൻവാടി എടുത്തിട്ട് ആ അംഗൻവാടി ഏരിയയുള്ള 100% കുട്ടികളെ നോക്കിയപ്പോൾ 3% താഴെയുണ്ട്. എത്ര? 3%. മനസ്സിലായില്ലേ? ഇന്ത്യ മുഴുവൻ ഏറ്റവും വലിയ സ്റ്റഡി 8 വർഷമായിട്ട് ഒരു സ്റ്റഡി നടത്തി, എത്ര ശതമാനം പേർക്ക് ഈ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഉണ്ട്. 10 വയസ്സിന് താഴെ 10%. എത്ര? 10 വയസ്സിന് താഴെ 10%. വിശ്വസിക്കാവൂ അത്? 100 കുട്ടികളെ കണ്ട് ഈ ഏജിലുള്ള 10 വയസ്സിന് താഴെയുള്ള 100 കുട്ടികളിൽ 10 പേർക്ക് കുഴപ്പമുണ്ടോ? എന്ത് തോന്നുന്നു? ഉണ്ടാവുമോ? ഞാൻ തന്നെ ഈ സംശയം ചോദിച്ചു, ഈ സ്റ്റഡി ശരിയാണോ? ഉണ്ട്. എന്താ കാര്യം? നമ്മൾ കണ്ണാടി വെച്ചവനെ കാണുന്നില്ല, ചെവിയിൽ ഇത് വെച്ചവനെ കാണുന്നില്ല, മനസ്സിലായോ? പഠന പ്രശ്നമുള്ള കുട്ടിയെ കാണുന്നില്ല. നമ്മൾ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നിൽ ബുദ്ധിമാന്ദ്യം അല്ലെ കൈകാലുകൾ ഇങ്ങനെ ആയിപ്പോയ സ്പാസ്റ്റിക് കുട്ടികളെ കാണുന്നുള്ളൂ. ഇതെല്ലാം ഉണ്ട്. ഇന്ന് അതിൽ കൂടുതലുണ്ട്. കാരണം വളരെ തൂക്കം കുറഞ്ഞ കുട്ടികളും പാസം ചെയ്യാത്ത കുട്ടികൾക്ക് എക്സിക്യൂട്ടീവ് ഫങ്ഷൻ പ്രോബ്ലം എന്ന് പറയും. എന്തോ ഈ എക്സിക്യൂട്ടീവ് ഫങ്ഷൻ? ചില കാര്യപ്രാപ്തി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ പ്രായത്തിലും, ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അത് കാണത്തില്ല, അതാ കുഴപ്പം. ആ കാര്യപ്രാപ്തി ഇല്ല. പണ്ട് നമ്മൾ കോന്തനെ കൊല്ലത്തയച്ചെന്നൊരു വാക്ക് പറയുമായിരുന്നു. കൊല്ലത്തയക്കാൻ പോയി, അവൻ കൊല്ലത്തോടിപ്പോയി. അവിടെ ചെന്ന് ചോദിക്കും എന്താ വാങ്ങിക്കണ്ടേ, അത് ചോദിക്കാൻ പിന്നെ ഇങ്ങോട്ട് വരും. ഫോണും ഇല്ലല്ലോ. അത് കഴിഞ്ഞ് വലുത് വേണോ ചെറുത് വേണോ പിന്നെയും പോയിട്ട് പിന്നെയും വരും. അത് കഴിഞ്ഞ് വില കൂടിയേ വേണം. അതേസമയം കാര്യപ്രാപ്തിയുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ പോയി ഉള്ളത് അവന് നല്ലതെന്ന് തോന്നുന്ന വാങ്ങിച്ചുകൊണ്ട് വരും. ഇതെന്താ വലുത് വാങ്ങിക്കാത്ത? അത് അവൈലബിൾ അല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ? അതില്ല. അത് അവനറിയാം എങ്ങനെ പറഞ്ഞു നിൽക്കണമെന്ന്. അതിനാ കാര്യപ്രാപ്തി എന്ന് പറഞ്ഞു. അല്ലാതെ എല്ലാവരും പെർഫെക്റ്റ് ആവാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ വളരെ പ്രശ്നമാണ്. ഈ എക്സ്പെക്റ്റേഷൻ്റെ കാര്യം പറയുമ്പോഴേ പാരൻസ് തന്നെ പിള്ളേരെ കമ്പയർ ചെയ്യത്തില്ലേ? നിന്റെ ഏജിലുള്ള കുട്ടി ഇക്കാര്യം ചെയ്യുമ്പോൾ നീ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കമ്പാരിസൺ വരുന്നത്. ഇപ്പം ഞാൻ എന്തുകൊണ്ട് ആൻസർ ചെയ്യാൻ ഞാൻ മനസ്സിലായോ? എനിക്കറിയാൻ വയ്യായിട്ടല്ല. കുട്ടി എത്ര ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാഞ്ഞതിൻ്റെ കാരണം എന്തുവാ? ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് കോട്ട് ചെയ്യും. ഡോക്ടർ പറഞ്ഞു ചെയ്തിരിക്കണമെന്ന്. അങ്ങനെ നിയമമൊന്നുമില്ല. നമ്മൾ എന്നിരുന്നാലും പാരന്റ്സിന് ഒരു കമ്പാരിസൺ വരില്ലേ? മാർക്കിന്റെ കാര്യത്തിലായാലും പിള്ളേർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലും കമ്പയർ ചെയ്യരുത്. അഡലസെന്റ് വരുമ്പോൾ ഞാനത് പറയാം. ഒരു കൗമാരത്തിലുള്ള കുട്ടിയെ ഇങ്ങനെ ഒരുപാട് പ്രഷർ ചെയ്ത് അവസാനം പറഞ്ഞു അവൻ ഇത്ര മാർക്കുണ്ട്, നിനക്കണ്ട ഇല്ലാത്ത. അവൻ പറഞ്ഞു അവൻ്റെ തന്ത വേറെയാന്ന്. പറയിപ്പിക്കണം പിള്ളേരെ കൊണ്ടത്. അവൻ്റെ തന്തയ്ക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ടായിരുന്നു. മനസ്സിലായി. അത് കൗമാരം വരുമ്പോൾ പറയാം. അപ്പം ആ കമ്പാരിസൺ വേണ്ട. 2 കുട്ടികൾ ഒരുപോലല്ല. അവരുടെ അച്ഛനും അമ്മയും ഒന്നല്ല, അവരുടെ ജനറ്റിക്സ് ഒന്നല്ല, ഒരേ ഭൗതിക സാഹചര്യം. സിബ്ലിങ്സിന്റെ കാര്യത്തിൽ കമ്പാരിസൺ വരില്ലേ ഡോക്ടർ? വരുന്ന എന്തിനു കൊള്ളാം?
ഈ കുട്ടിക്ക് എന്തോ താമസമുണ്ടോ എന്ന് സംശയിക്കാൻ ആ. കൊള്ളാം. ഇവൻ മൂത്ത കുട്ടി നേരത്തെ നടന്നു, ഇളയ കുട്ടി പക്ഷെ അത് നടന്നില്ല. അല്ലാതെ ഉപയോഗിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. ആ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി അത് ഉപയോഗിക്കും. ഉപയോഗിക്കാം. ഒരു കാര്യം കൂടി ഈ ഗ്രൂപ്പിൽ പറയേണ്ടത് സെൽവർ പാൾസിയാണ്. ഉം, സ്പാസ്റ്റിക് കുട്ടികൾ, ഞാൻ നേരത്തെ ഡൈപ്ലീജിയയുടെ കാര്യം പറഞ്ഞില്ല. ഉം. ഇതിന് തെറാപ്പി ആര് കൊടുക്കണം? അമ്മമാര് തന്നെ കൊടുക്കണം. അമ്മ കൊടുക്കണം. ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റിൻ്റെ റോൾ എന്താ? അമ്മയെ ഇത് പഠിപ്പിക്കുക. പഠിപ്പിക്കുക. അതിന് ഞാൻ തമാശയ്ക്ക് പറയും, ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ പറയുന്നത്, ഊണ് കഴിഞ്ഞ് നമുക്ക് ജോലി, പെണ്ണുങ്ങൾക്കൊരു ജോലിയുണ്ട്, എന്തുവാ? വർത്തമാനമൊക്കെ അല്ല, പറഞ്ഞ് എവിടെ പോയി പറയും? അതിരിൻ്റെ അവിടെ പോയി ചില കുശുമ്പും കുന്നായ്മയും പറയും. തെറ്റോ ശരിയോ? തെറ്റോ ശരിയോ? ഒരു തെറ്റുമില്ല. ആ, ഞാൻ പറയും, SIT ഞങ്ങൾക്കൊരു റൂമുണ്ടായിരുന്നു, അതിൻ്റെ പേര് PD റൂം എന്നാണ്, പരദൂഷണം. അവിടെ ഇരുന്ന് എന്തു പറഞ്ഞാലും പറയുന്ന ആളും കേൾക്കുന്ന ആളും അത് സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. പക്ഷെ ഒരു സ്ട്രെസ് റിലീസിന് എന്തൊക്കെ പറഞ്ഞു, അത് കഴിഞ്ഞ് ചായയും കുടിച്ച് അവൻ സ്ഥലം വിടും, അവൻ്റെ ജോലിക്ക് പൊക്കോളും ഉം, എന്ന് പറഞ്ഞാൽ അമ്മമാർ ഈ ഓലയുടെ അവിടെ ചെയ്യും. അപ്പം ഞാൻ പറയും, കർത്താവ് മേളിൽ നിന്ന് നോക്കുമ്പോൾ എന്തോ കാണുന്നു. ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവിടെ കൈ കൊച്ചിൻ്റെ കാലേ ഇരിക്കുക, തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുക. ഉം. എങ്കിൽ പിന്നെ കർത്താവ് ഒന്നും പറയത്തില്ല. ആ, കിട്ടിയാ? കിട്ടി കിട്ടി. അമ്മയുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ ദൈവത്തിനൊരു പ്രശ്നവുമില്ല, നീ എന്ത് വേണേൽ പറഞ്ഞു. അതാണ് തെറാപ്പി എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, തെറാപ്പി തുടങ്ങേണ്ടത് അമ്മയാണ്, ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. പക്ഷെ ഒരു പരിധി കഴിയുമ്പോൾ ശരിക്കും സെർവർ പാൾസി ഉണ്ടെന്ന് തോന്നിയാൽ, ഇന്നിപ്പോൾ ഒരു കുട്ടി എനിക്കുണ്ടായിരുന്നു, അത് തുടങ്ങിയപ്പോൾ അതിന് കൈകാലേക്ക് പിടുത്തമില്ലായിരുന്നു, ഇങ്ങനെ തളർന്നു കിടക്കുമായിരുന്നു. അതിനുള്ള തെറാപ്പിയൊക്കെ നമ്മൾ കൊടുത്തു. ഇന്ന് വന്നപ്പോൾ അവൾക്ക് തിരികെ മാറി പതുക്കെ പിടുത്തമായി. എങ്ങനെയാണ് പിടുത്തം ഉണ്ടെന്ന് അറിയുന്നേ? അതിനെ നമ്മൾ ഇരുത്താൻ നോക്കുമ്പോൾ ചാടി എണ്ണിക്കും, കാലിൻ്റെ പിടുത്തം കൊണ്ടാണ്. മനസ്സിലായി? ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇത് ഏറ്റവും ഏർലി അമ്മ എങ്ങനെ അറിയുന്നതെന്നറിയോ? കമത്തി കിടക്കുമ്പോൾ 4 മാസം ആവാതെ തന്നെ കഴുത്തിങ്ങനെ പൊക്കി വെക്കും. തിരിച്ചെടുക്കുമ്പോൾ കഴുത്തിങ്ങനെ തളഞ്ഞു കിടക്കും. കമന്ന് കിടക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? കഴുത്തിൻ്റെ പിടുത്തം കൊണ്ടാണ്. മനസ്സിലായോ? ഇതൊക്കെ നമുക്ക് ഡോക്ടർക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഡെവലപ്മെൻറ്റ് തെറാപ്പി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതല്ല. പലരും എന്നെ കുറ്റം പറഞ്ഞു അതിന്. ഞാൻ ചെയ്യാൻ പറ്റൂല. എന്തുകൊണ്ട് ഇൻഡിപെൻഡൻ്റ്? ഒരു ഡോക്ടറുടെ പീഡിയാട്രീഷ്യൻ്റെ സഹായം വേണം.